അനുഗ്രഹിക്കട്ടെ. 8ാമത്തെ സെഷനിലേക്ക് നമ്മൾ വന്നിരിക്കുന്നു. നമ്മുടെ കുറിവാക്യം മറക്കരുത്. സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും, ആകയാൽ അവന്റെ ദാസന്മാരായി ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. ദൈവത്തിലുള്ള അചഞ്ചലമായ ആശ്രയത്തോടു കൂടിയ നിയോഗത്താലുള്ള പ്രഖ്യാപനമാണ് നാം ഇവിടെ കാണുന്നത്. തൻ്റെ മേലുള്ള നിയോഗത്തെക്കുറിച്ച് നമ്മൾ കേട്ടു. ശത്രു പൊളിച്ചത് പണിയുക അല്ലെങ്കിൽ പുനർനിർമ്മാണത്തിനായിട്ടുള്ള ഒരു കോളിംഗ് തനിക്ക് പ്രാർത്ഥനാ മുറിയിൽ നിന്ന് ഉറപ്പായി. താൻ ഒരിക്കലും അത് പണിയുമെന്നോ ദൈവം തന്നെ പണിയാൻ അയക്കുമെന്നോ തനിക്കതിന് റെക്കമെൻഡ് ചെയ്യാൻ ആളിനെ ഒരുക്കുമെന്നോ അവിടെയുള്ള ഗവർണറുടെ പെർമിഷൻ ഇദ്ദേഹത്തിന് കിട്ടുമെന്നോ അതിനുള്ള തൊഴിലാളികളെയോ സംവിധാനങ്ങളോ ഒന്നും പ്രതീക്ഷിച്ചല്ല താൻ പ്രാർത്ഥിക്കുന്നത് തനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അതാണ് താൻ ചെയ്യുന്നത്. എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, ഒരു വിവരം അറിയുമ്പോൾ നാം മുൻവിധിയോടെ അല്ല ഒന്നിനെയും കാണേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമ്മൾ 1 മുതൽ 5 വരെയുള്ള വേദഭാഗങ്ങളിൽ നിന്നാണ് കഴിഞ്ഞ 3.5 ദിവസമായിട്ട് അല്ലെങ്കിൽ 7 സെഷനിൽ നമ്മൾ കേട്ട സർമണുകൾ മുഴുവൻ 1-ാം വാക്യം മുതൽ 5-ാം വാക്യം വരെ ആസ്പദമാക്കി 6-ാം വാക്യം വരെ ആസ്പദമാക്കിയാണ്. എസ്പെഷ്യലി 6-ാമത്തെ വാക്യത്തിൽ നിന്ന് നിങ്ങൾക്ക് 4ഓളം ക്ലാസ്സുകൾ ലഭിച്ചു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വളരെ നല്ല ഒരു അവസരമാണ് ദൈവം നിങ്ങൾക്ക് ദാനം ചെയ്തിരിക്കുന്നത്. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് നൽകിയ പ്രത്യേക നിയോഗം അനുസരിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ പ്രാർത്ഥനയായിരുന്നു. അത് ഇൻഫാന്റ് കുഞ്ഞു മുതല് ഏതാണ്ട് 12 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്കായി പ്രത്യേകം ഒരാൾ പ്രാർത്ഥിച്ചു. അതുപോലെ ടീനേജ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് 13 to 19 വരെയുള്ള ടീനേജ് പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരാൾ പ്രാർത്ഥിച്ചു. യൂത്ത്സിന് വേണ്ടി ഒരാൾ പ്രാർത്ഥിച്ചു. വിവാഹപ്രായമായി കഴിഞ്ഞിട്ടും വിവാഹം നടക്കാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു. സഹോദരങ്ങളെ, ദൈവസഭയുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് അടുത്ത പുതിയൊരു തലമുറയാണ്. സ്തോത്രം. നിങ്ങൾ സ്വത്ത് സമ്പാദിച്ചു വെക്കുന്നതോ പുരയിടങ്ങൾ കൂടുതൽ വാങ്ങിയിടുന്നതോ കെട്ടിടങ്ങൾ സമ്പാദിച്ചിടുന്നതോ ഷെയർ മാർക്കറ്റിൽ ഇടുന്നതോ നിങ്ങൾ അവർക്ക് ബാച്ചിലറും മാസ്റ്റേഴ്സും പിന്നെ MS എല്ലാം എടുത്തു കൊടുക്കുന്നതോ അല്ലെങ്കിൽ ഓവർ ക്വാളിഫൈഡ് ആക്കുന്നതോ അവരുടെ പേരിൽ വലിയ നിക്ഷേപങ്ങൾ നിക്ഷേപിക്കുന്നതോ ഒക്കെ അതതിന്റെ നിലകളിൽ നടന്നോട്ടെ. ഞാൻ അതിനെ ഒന്നും വിമർശിക്കുന്നില്ല. നിങ്ങളുടെ എബിലിറ്റി അനുസരിച്ച് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി കരുതുന്നത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഏറ്റവും വലിയ കരുതൽ എന്ന് പറയുന്നത് നിങ്ങളെ വിളിച്ച ദൈവത്തെ, നിങ്ങൾ അറിഞ്ഞ സത്യത്തെ, നിങ്ങൾ പ്രാപിച്ച ദൈവകൃപയെ, നിങ്ങളിൽ ഒഴുകുന്ന ദൈവ സാന്നിധ്യത്തെ, നിങ്ങൾ അനുഭവിക്കുന്ന സ്വർഗീയ സാന്നിധ്യത്തെ തലമുറയിലേക്ക് കൈമാറുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. പല ആളുകൾക്കും അതെ ആ കാര്യത്തിൽ അവർ വളരെ ദുർബലരായി പോകാറുണ്ട്. അത് ഭയാനകവും ദുഃഖകരമായ കാര്യമാണ്. അതുകൊണ്ട് തലമുറകൾക്ക് ദൈവത്തെ വേണ്ടാതെ പോകുന്നു. ഒരു പ്രായം കഴിയുമ്പോൾ എല്ലാവരുടെയും പിടിവിട്ട് തലമുറകൾ തുറന്നു വിടുന്ന കൂട്ടിൽ നിന്ന് പറന്നു പോകുന്ന പറവയെ പോലെ ആനന്ദവിഹായസിലേക്ക് ഇവർ ഓടിപ്പോകും. നിങ്ങൾ അത് കർക്കശമായി വെച്ചിരുന്നതും നിങ്ങൾ തടഞ്ഞു നിർത്തിയിരുന്നതും നിങ്ങൾ ബ്ലോക്ക് ചെയ്തിരുന്നതും നിങ്ങൾ ഹിറ്റ്ലറെ പോലെയും ഝാൻസി റാണിയെ പോലെയും വീട്ടിൽ അവരോട് പൊരുതി പെരുമാറിയതുമൊക്കെ വിട്ടുമാറിയിട്ട് വേറൊരു ലോകത്തിലേക്ക് അവർ പോകുമ്പോൾ എത്ര ഓടിയാലും തീരാതെ വണ്ണം അവർ ഓടിയെന്ന് വരും. എന്നാൽ ഒരു കാര്യം ഓർത്തുകൊണ്ട് എത്ര ദൂരത്തിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പോയാലും യേശുവിന്റെ നാമത്തിൽ ഞാൻ താഴ്മയോടെ ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ പറയുന്നു, പ്രാർത്ഥനയുടെ ഒരു അധികാരം ആമേൻ നിങ്ങളുടെ മേൽ ഉണ്ടെങ്കിൽ എത്ര ദൂരത്തിൽ തലമുറ പോയാലും നിങ്ങളുടെ കണ്ണുനീർ അവരെ ദൈവസന്നിധിയിലേക്ക് മടക്കിക്കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്. അവരിൽ പരാജയങ്ങളും വീഴ്ചകളും കുറ്റങ്ങളും കുറവുകളും കാണുമ്പോൾ ഒരിക്കലും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കുറവുകൾ ഒരു പ്രവാചകന്റെ മുന്നിൽ പറയരുത്, ഒരു പാസ്റ്ററുടെ മുന്നിൽ പറയരുത്. എത്ര പ്രാർത്ഥിക്കുന്നവരുടെ മുമ്പിലാണെങ്കിലും
നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ബലഹീനതകൾ അവരുടെ മുമ്പിൽ പങ്കുവെക്കരുത്. പരിശുദ്ധാത്മാ അറിയിച്ച് പ്രാർത്ഥിക്കുന്നെങ്കിൽ ആയിക്കൊള്ളട്ടെ. ഒരിക്കലും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ മറ്റൊരാളുടെ മുമ്പിൽ വെച്ച് കുറ്റം പറയരുത്. പഠിക്കുന്നില്ല, അല്ലെങ്കിൽ അവൻ ആത്മീയനല്ല, അവൻ വേദപുസ്തകം വായിക്കുന്നില്ല, അല്ലെ അവൻ പ്രാർത്ഥിക്കുന്നില്ല, അല്ലെ അവൻ ഉപവസിക്കുന്നില്ല, അവൻ ചർച്ചിൽ വരുന്നില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആ കുഞ്ഞിനെ കേൾക്കാൻ നിങ്ങൾ പങ്കുവെക്കരുത്. ദൈവത്തെ അല്ലാതെ ഭൂമിയിൽ ആരെയും നിങ്ങൾ 100% വിശ്വസിക്കരുത്. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ രഹസ്യങ്ങൾ ദൈവസന്നിധിയിൽ കൊണ്ടുവെക്കുക. കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്, അതെ, നിന്റെ ഭാരം, അതെ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ പാസ്റ്റേഴ്സിന്റെ അടുക്കൽ പോകുവിൻ, പ്രൊഫറ്റ്സിന്റെ അടുക്കൽ പോകുവിൻ എന്നല്ല കർത്താവ് പറഞ്ഞത്. आमीन। वो हे सब परिश्रम करने वाले हो, बोझ से दबे हुए लो, तुम सारे लो मेरे पास आओ, मैं तुम्हें विश्राम दूंगा. ഇതാ കർത്താവ് പറഞ്ഞത്. എന്റെ അടുക്കൽ വരുവീൻ. പ്രൈസ് ഗോഡ്. ഇത്രോവ് മോശയുടെ അമ്മായിയപ്പൻ ബുദ്ധി ഉപദേശം കൊടുത്ത് ഇങ്ങനെയാണ്, നിനക്കധികം പ്രയാസമുള്ളത് നീ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കൊണ്ടു ചെല്ല്. പ്രൈസ് ഗോഡ്. നിങ്ങൾ പങ്കുവെക്കുന്ന രഹസ്യങ്ങൾ നാളെ ബന്ധം മുറിയുമ്പോൾ ചതിക്കുഴികളായി മാറാൻ സാധ്യത വരും. അത് പിന്നത്തേതിൽ നിങ്ങളോട് കുഞ്ഞുങ്ങൾ എതിർക്കാനും ആത്മീയ ഗോളത്തിലേക്ക് വരാൻ മടിക്കാനും സാധ്യതയുണ്ടാകും. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഈ 8ാമത്തെ സെഷനിൽ ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ബിബ്ലിക്കൽ കറക്ഷന് വേണ്ടി നമ്മൾ തയ്യാറാകണം. യെസ്, സ്പിരിച്വൽ കറക്ഷന് വേണ്ടി നമ്മൾ തയ്യാറാകണം. ആർ യു ഹാപ്പി? പ്രൈസ് ഗോഡ്. യെസ്, ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമല്ലോ, രാഷ്ട്രീയക്കാർ ഭോഷത്വങ്ങൾ പൊതുവേദികളിൽ വിളിച്ചു പറഞ്ഞാൽ അവരുടെ രാഷ്ട്രീയ പൊളിറ്റിക്കൽ ലീഡേഴ്സിന്റെ ഓഫീസിൽ വെച്ച് അവരെ പരസ്യമായി താക്കീത് നൽകും, കർക്കശമായി താക്കീത് നൽകും. അതിന് പൊളിറ്റിക്കൽ കറക്ഷൻ എന്ന് വേണേ നമുക്ക് പറയാം. എന്നാൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ദൈവവചനത്തിന് വിരുദ്ധമായി നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുമ്പാകെ നമ്മൾ ഡീൽ ചെയ്യരുത്. എന്താണ്, ഏതൊക്കെ വീടുകളിലാണ്, എങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്? പൗലോസ് പറഞ്ഞു, നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കരുത്. സ്നേഹത്തിന്റെ ശബ്ദം എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? കർക്കശക്കാരായ അപ്പച്ചന്മാരുടെ, എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, എൻ്റെ അമ്മച്ചിയും പപ്പായും ഞങ്ങളെ ശിക്ഷിച്ച അതികഠിനമായിട്ടായിരുന്നു. എന്റെ മൂത്ത ജ്യേഷ്ഠന് 15 വയസ്സുള്ളപ്പോൾ അമ്മ വിളിച്ചിട്ട് വന്നില്ല. വിളിച്ചാൽ വരാഞ്ഞപ്പം, അപ്പം 15 വയസ്സേ ഉള്ളൂ. അന്നെന്റെ മൂത്ത ജ്യേഷ്ഠൻ ചോദിച്ചു, വന്നില്ലേ എന്നാ ചെയ്യുന്നത്? അത് കപ്പ അരിഞ്ഞോണ്ടിരിക്കുക, ചീനി അരിഞ്ഞോണ്ടിരിക്കുക, കറിയിരുമ്പ് കൊണ്ട് ഒറ്റയേറെറിഞ്ഞു, കാലെ കൊണ്ട് മുറിഞ്ഞ് 6ഓ 7ഓ കുത്തിക്കെട്ട്. ഇന്ന് വിളിച്ചാലും പുള്ളി വരും, അത് വേറെ കാര്യം കേട്ടോ. ഇന്ന് കറിയുമ്പരുമ്പ് എടുത്താൽ നമ്മളെ കറിച്ചട്ടിക്കകത്താക്കും പിള്ളേർ, അത് വേറെ കാര്യം. അപ്പോൾ കർക്കശക്കാരായിരുന്നു. അതെ, ഞങ്ങളെ വിവസ്ത്രരാക്കി എണ്ണ തേച്ച് ആമേൻ ചൂരല് വെച്ച് കഠിനമായി ശിക്ഷിച്ച കാലങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ സഹോദരങ്ങളെ, ഞാൻ ചരിത്രം മനസ്സിലാക്കിയപ്പോൾ എൻ്റെ പപ്പായെ കമുകുമരത്തെ കെട്ടിയിട്ട്, അടയ്ക്കാമരത്തെ കെട്ടിയിട്ട് തല്ലിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ശിക്ഷാ നടപടി എന്നാണ് വിചാരിച്ചിരുന്നത്. ഇന്ന് ഞാൻ ഓർക്കുന്നു, എൻ്റെ സഹോദരനെ 100 അടി എൻ്റെ പപ്പ അടിച്ച സമയം ഓർക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കഠിനമായ ക്രൂരമായ ശീലങ്ങളും ശൈലികളും പാരമ്പര്യങ്ങളുമാണ്. കർത്താവിന്റെ വചനം സ്നേഹത്തിന്റെ ശബ്ദമാണ്. നിങ്ങൾ തല്ലണ്ട എന്ന് പറയുന്നില്ല, ശിക്ഷിക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല, ശാസിക്കണ്ട എന്ന് പറയുന്നില്ല. പക്ഷേ വടികണ്ടടിച്ചാൽ അവന്റെ പ്രാണനെ രക്ഷിക്കുന്ന വചനമുണ്ട്. പക്ഷേ കൊല്ലുവാൻ തക്കവണ്ണം ആകരുത്. ആ തെറ്റിന് ബോധം വരുത്തിയിട്ട് ശിക്ഷിക്കണം, പക്ഷേ ആ ശിക്ഷ കഠിനമാകരുത്. ആ വടി കാണുമ്പോഴേ അവർക്ക് മനസ്സിലാകണം, അപ്പായുടെ കയ്യിൽ നിന്ന് കിട്ടും, സൂക്ഷിക്കണം. അത്രയും മതി. പക്ഷേ ആ തെറ്റുകളെ കുറിച്ച് അവർക്ക് ശരിയായ ബോധത്തോടു കൂടി ഒരു കറക്ഷൻ ഉണ്ടാകണം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്ത തെറ്റുകൾക്ക് എന്നെങ്കിലും നമ്മളെ ശിക്ഷിച്ചിട്ടുണ്ടോ? നമ്മൾ ഒരു കാര്യവും ആരോടും ക്ഷമിക്കത്തില്ലെന്ന് പറഞ്ഞാലും ഒരാളോട് നമ്മൾ ക്ഷമിക്കാറില്ലേ? അത് നമ്മളോട് തന്നെയല്ലേ? യെസ്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ ദൈവവചനം ധ്യാനിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട കാര്യം, അത് നമ്മളിൽ ബിബ്ലിക്കലി കറക്റ്റ് ചെയ്യാൻ എന്തൊക്കെയാണ് നെഹമ്യാവ് ചെയ്തത്, അതാണ്. ഇതാ നെഹമ്യ 1-ാം അധ്യായം 6 മുതൽ ഇന്ന് നമുക്ക് 11 വരെയുള്ള ഭാഗം, ഇന്ന് ഫസ്റ്റ് ചാപ്റ്റർ കഴിവതും നമുക്ക് തീർക്കാനായി ശ്രമിക്കുന്നു. അതിന്റെ 6 മുതൽ 11 വരെയുള്ള വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ മനസ്സ് ശ്രദ്ധിക്കുക. അവിടെ അദ്ദേഹം ചെയ്യുന്നത്,
6-ാം വാക്യം, നിന്റെ ദാസന്മാരായ ഇസ്രായേൽ മക്കൾക്കു വേണ്ടി. നോക്കിക്കേ, നിന്റെ, അതെ ശ്രദ്ധിച്ചേ, ദൈവമേ നിന്റെ ദാസന്മാരായ ഇസ്രായേൽ മക്കൾക്കു വേണ്ടി. എന്താ ഈ ദാസന്മാരെന്ന് പറഞ്ഞ വാക്ക്? യജമാനൻ എന്ന വാക്കിന്റെ പ്രസക്തിയാണ്. നിങ്ങൾക്കറിയാമോ, ന്യായാധിപന്മാരുടെ പുസ്തകം 3-ാമത്തെ അധ്യായം 1-ാം വാക്യം മുതൽ താഴോട്ട് വേഗം നിങ്ങൾ വായിക്കണം. ന്യായാധിപന്മാരുടെ പുസ്തകം 3-ാം അധ്യായം 1 മുതലുള്ള വാക്യം എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? കനാനിലെ യുദ്ധങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലാത്ത ഇസ്രായേലിനെ ഒക്കെയും പരീക്ഷിക്കേണ്ടതിനും യുദ്ധം അറിഞ്ഞിട്ടില്ലാത്ത ഇസ്രായേൽ മക്കളുടെ തലമുറകളെ യുദ്ധം അഭ്യസിപ്പിക്കേണ്ടതിനുമായി യഹോവ വച്ചിരിക്കുന്ന ജാതികളാണിത്. ശ്രദ്ധിച്ചേ, 2 വാക്കുകൾ പ്രത്യേകം അവിടെ നോട്ടീസ് ചെയ്യണം നിങ്ങൾ. എന്താണ്? കനാനിലെ യുദ്ധങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലാത്ത ഇസ്രായേലിനെ ഒക്കെയും പരീക്ഷിക്കേണ്ടതിന്. 2, യുദ്ധം അറിഞ്ഞിട്ടില്ലാത്ത ഇസ്രായേൽ മക്കളുടെ തലമുറകളെ യുദ്ധം അഭ്യസിപ്പിക്കേണ്ടതിനുമായി. കണ്ടോ? അപ്പോൾ കനാനിൽ എത്തിയവരും കനാനിൽ എത്തിയിട്ട് തുടരാൻ ആഗ്രഹിക്കുന്ന തലമുറയും ചുമ്മാതിരിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചില്ല. എന്താണ്? എൻ്റെ കുഞ്ഞുങ്ങൾ ജയാളികളായിരിക്കണം. ഹലോ, എൻ്റെ കുഞ്ഞുങ്ങൾ തോറ്റവരല്ല. അമേ, എൻ്റെ കുഞ്ഞുങ്ങൾ ജയിക്കുന്നവരാകണം. ഇന്ന് രാത്രി സ്തോത്രം ചെയ്തോണം കേട്ടോ. പ്രൈസ് ഗോഡ്. നിന്റെ പരാജയം കാണാൻ, നിന്റെ തകർച്ച കാണാൻ, നിന്നെ പരസ്യകോലമാക്കുന്നത് കാണാൻ, അതെ, ആരെല്ലാം എവിടെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഇഗ്നോർ ചെയ്ത് കളഞ്ഞേരെ. വചനം പറയുന്നു, എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ ജയാളിയാക്കും. അതുകൊണ്ട് എന്താണ്? അവരെ യുദ്ധം പഠിപ്പിക്കേണ്ടതിന് ഇന്ന് രാത്രിയിൽ ഞാൻ താഴ്മയോടും ദൈവവചനം പറയുമ്പോൾ, ഭയത്തോടും വളരെ ആദരവോടും കൂടെ ഞാൻ ദൈവത്തിന്റെ വചനം പറയുമ്പോൾ, നിങ്ങളത് ഉള്ളിന്റെ ഉള്ളിൽ കൈക്കൊണ്ട്, കർത്താവേ ഇന്ന് രാത്രിയിൽ ആ വചനത്തിന്റെ മഹത്വം എന്നിൽ മാത്രമല്ല, എൻ്റെ തലമുറയിലും എൻ്റെ കൂട്ടാളിയിലും എൻ്റെ കുടുംബാംഗങ്ങളിലും ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിലും ഒരു ബ്ലെസ്സിംഗ് ആയി തീരണമേ എന്ന് ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് നാമത്തിൽ നിങ്ങൾ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ പ്രേരണ കിട്ടുന്നത് പോലെ നിങ്ങൾക്ക് ദൈവത്തെ ബഹുത്വപ്പെടുത്താം, ദൈവത്തെ ആരാധിക്കാം. നന്ദിയോട് സ്തോത്രം. അതുകൊണ്ട് തമ്പുരാൻ എന്താണ് വെറുതെ കനാൻ കൊടുക്കാൻ ആഗ്രഹിച്ചില്ല. വാഗ്ദത്ത ദേശമാണ്, പ്രോമിസ് ലാൻഡ്. ചുമ്മാ കിട്ടത്തില്ല. പിന്നെന്ത് ചെയ്യണം? നിങ്ങൾ യുദ്ധം ചെയ്ത് കൈവശമാക്കണം. ഇനി അതിന്റെ മറുവശം, യുദ്ധം ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് യഹോവയാണ് യുദ്ധത്തിന് വിജയം നൽകിയത്. എവിടെ പാളയം ഇറങ്ങണം, എങ്ങനെ യുദ്ധം ചെയ്യണം, ഏതെല്ലാം ദേശങ്ങൾ കൊടുക്കണം, അതേ മോശയിലൂടെ ദൈവം യോശുവയോട് അരുളി ചെയ്തതനുസരിച്ചു ഓരോ മേഖലകളെ. ഒന്നാമത്തെ അതേ സർവേർ ആയിരുന്നു യോശുവ. ദൈവം ദിക്ക് പറഞ്ഞു കൊടുത്തു, എളുക പറഞ്ഞു കൊടുത്തു, ഏറിയ പറഞ്ഞു കൊടുത്തു. ഇന്നിന്ന സ്ഥലം ഇന്ന ഗോത്രത്തിന്, ഇന്നിന്ന ഏറിയ ഇന്നിന്ന ഗോത്രത്തിന്. ഇന്ന് രാത്രിയിൽ നിങ്ങൾ ഓർത്തുകൊള്ളണം, വിശ്വാസത്തോടെ പറ, അളവന്നൂൽ എനിക്ക് മനോഹര ദേശത്ത് അത് എനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു. വിളിച്ചിറക്കിയ നീ എവിടെ പാർക്കണം, എത്ര നാള് പാർക്കണം, ആരുടെ അടുത്ത് പാർക്കണം, ഇതിനെ കുറിച്ചൊന്നും നീ ഭാരപ്പെടണ്ട. ആമേൻ. ഇവിടെ നിന്ന് പുറപ്പെടാൻ സമയമായി എന്ന് ദൈവം പറഞ്ഞാൽ ആ മേഘം ഉയരും. ആ മേഘം ഉയർന്നു കഴിഞ്ഞാൽ നിന്റെ കുറ്റി പറിക്കേണ്ട സമയമാണ്. അവിടെ പിന്നെ പിടിച്ചു നിൽക്കരുത്. എവിടെ ആ മേഘം പാളയമിറങ്ങുന്നു അവിടെ നീ കുറ്റി അടിച്ചു കൊള്ളണം. ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വാസത്തോടെ പറയാൻ കഴിയും, എന്നെ വിളിച്ച എന്റെ ദൈവം ജയോത്സവമായി എന്നെ നടത്തും. ഹല്ലേലൂയ. വെല്ലുവിളിക്കുന്നവരുടെ നടുവിൽ, ആക്രോശിക്കുന്നവരുടെ നടുവിൽ ഭയം കൂടാതെ നിലനിർത്തി കൊണ്ടുപോകുവാൻ ദൈവത്തിന് കഴിയും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, തമ്പുരാൻ പറയുകയാണ്,
യുദ്ധങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലാത്ത ഒരു തലമുറ. നിങ്ങൾക്കറിയാമല്ലോ, ദാവീദ് സകല യുദ്ധങ്ങളും ചെയ്തു തീർത്തു. പിന്നെ എന്താണ്, തന്റെ മകനായ ശലോമോൻ ഒരു യുദ്ധവും ചെയ്യേണ്ടി വന്നില്ല. അപ്പം പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് എല്ലാം തീർത്തത് കൊണ്ട് മോൻ ഇരുന്ന് സുഖിച്ച് സന്തോഷിച്ച് ജീവിച്ചാ മതിയായിരുന്നു. താൻ 20 വർഷം കൊണ്ട് ദൈവാലയവും അരമനയും ഒക്കെ പണിതു. 3600 എഞ്ചിനീയർമാരെയും 36,000 തൊഴിലാളികളെയും കൊണ്ട് 20 വർഷം കൊണ്ടാണ് താൻ ഇത് പണിത് തീർത്തത്. പക്ഷേ 11-ാം അധ്യായം എബ്രായ ലേഖനത്തിൽ വരുമ്പോൾ വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ തന്റെ പേരില്ലാതെ പോയി. എത്ര ഭയാനകവും എത്ര ഭീതിജനകവുമായ ഒരു വാർത്തയാണ് നമ്മൾ വായിക്കുന്നത്. ലോകത്തിൽ ഏറ്റവും മനോഹരമായ ദൈവാലയം പണിയിച്ച, ഏറ്റവും വലിയ ദൈവാലയം പണിയിച്ച ശലോമോന്, സ്തോത്രം, വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ സ്ഥലമില്ലാതെ പോയി. സഹോദരങ്ങളെ, എന്റെ സഹോദരങ്ങളെ, നമ്മൾ എത്ര വിശാലമായി എന്ത് ചെയ്താലും നിത്യത എന്ന് പറയുന്നതാണ് ഇമ്പോർട്ടന്റ്. നിങ്ങളത് ഒന്നാമത് മനസ്സിലാക്കണം. നമ്മൾ മനസ്സിലാക്കണം, മരിച്ചവരെ ഒന്നും ഉയർപ്പിക്കാൻ നമുക്ക് പറ്റിയില്ലെങ്കിലും മരിക്കാതെ അങ്ങ് സ്വർഗത്തിൽ പോകാനുള്ള കൃപയ്ക്ക് വേണ്ടി എൻ്റെ വേദവിദ്യാർത്ഥികളായി നിങ്ങളോട് ഞാനത് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് ദൈവം ആഗ്രഹിച്ച കാര്യം എന്താണ്? ഇവര് യുദ്ധവീരന്മാരായി തീരണം, യുദ്ധവീരന്മാരായി തീരണം. നിങ്ങൾ എന്നും മറ്റുള്ളവരോട് പ്രാർത്ഥന അപേക്ഷിച്ച് കുരിശടി കാശിടുന്നത് പോലെ അപേക്ഷിക്കണേ അപേക്ഷിക്കണേ എന്ന് പറഞ്ഞുള്ള പ്രയർ റിക്വസ്റ്റ് പറയുന്നവരായിട്ടല്ല തീരേണ്ടത്. ഇന്ന് രാത്രിയിൽ അപേക്ഷിക്കേണ്ട സ്ഥാനത്ത് ആത്മാവിൽ കൽപ്പിക്കുന്ന ഒരു വരത്തിനായി ആത്മാവിന്റെ അധികാരത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു തലത്തിനായി നിങ്ങൾ ഒരുങ്ങണം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർമ്മിക്കാനിടയായി തീർന്നു. നമ്മുടെ കർത്താവ് സ്വർഗത്തിലേക്ക് പോകുമ്പോൾ തന്റെ ശിഷ്യന്മാരുടെ കയ്യിൽ കൈമാറിയത് പവർ ഓഫ് അറ്റോർണിയാണ്. എന്താണ്? സ്തോത്രം, പവർ ഓഫ് അറ്റോർണി കൊടുത്തു. എന്താ പറഞ്ഞത്? നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരാം. ഇന്ന് രാത്രി വിശ്വസിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യാമോ? യെസ് ലോർഡ്, എനിക്ക് നൽകിയിരിക്കുന്ന അതിശ്രേഷ്ഠമായ ആ അധികാരത്തിനായി സ്തോത്രം. ഹല്ലേലൂയ. ഡോണ്ട് മിസ്യൂസ് ദ ഡിവൈൻ അതോറിറ്റി, ബട്ട് ആമേൻ, ദൈവം തന്ന അധികാരം ദുർവിനിയോഗം ചെയ്യേണ്ടതിന് വേണ്ടി അല്ല, ആമേൻ, മറിച്ച് അത് മഹത്വത്തിനായി ഉപയോഗിക്കണം. എല്ലാവർക്കും ചേർന്ന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യാമോ? അപ്പോൾ എന്താണ് കാണുന്നത്? തലമുറയെ അഭ്യസിപ്പിക്കും. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പോയി കഴിയുമ്പോൾ നിങ്ങൾ ഭാരപ്പെടണ്ട. ഏത് വഴി പോയാലും, എങ്ങനെ പോയാലും, ഏത് ട്രാക്ക് മാറിയാലും, ഏത് റൂട്ട് മാറിയാലും, ഏത് ഫെയിലിയർ തലത്തിൽ പോയാലും, എന്ത് ടേസ്റ്റ് ചെയ്താലും, എന്തെടുത്ത് വിഴുങ്ങിയാലും, ഏതൊക്കെ റോങ് ഡോക്ടറിൽ പോയാലും, ഏതൊക്കെ ഫാൾസ് ആയിട്ടുള്ള ചിന്താഗതികളിൽ പോയാലും, ഇന്ന് രാത്രി ഞാൻ വിശ്വാസത്തോടെ പറയുന്നു, കരയുന്ന കണ്ണ് നിനക്കുള്ളിടത്തോളം, സ്നേഹിക്കുന്ന ഹൃദയം നിനക്കുള്ളിടത്തോളം, വിമർശിക്കാത്ത മനസ്സ് നിനക്കുള്ളിടത്തോളം, അനുദപിക്കുന്ന അതേ ഇളയപുത്രനെ വീട്ടിൽ വരാൻ ആഗ്രഹിച്ചപ്പോൾ ഓടിച്ചെന്ന് ആലിംഗനം ചെയ്യുന്നത് പോലെ അവന്റെ കുറ്റം പറഞ്ഞ് ഹൈലൈറ്റ് ചെയ്യാതെ, മറ്റു മക്കളുടെ മുമ്പിൽ അവനെ ഒറ്റപ്പെടുത്താതെ അവനെ ചേർത്ത് പിടിക്കുന്ന ഒരു പിതാവിന്റെ ഹൃദയം നമുക്കുണ്ടെങ്കിൽ നിങ്ങളുടെ തലമുറ തിരിച്ചു വരും. എത്ര പേർക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാൻ പറ്റും? ഹല്ലേലൂയ. അപ്പൊ ഇന്ന് രാത്രിയിലും വചനം കേൾക്കുമ്പോൾ അതിന് നമ്മൾ തയ്യാറാകണം. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നെഹമ്യാവ് പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നത്, ദൈവമേ, നിന്റെ ദാസന്മാരായ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി. One minute. കൊച്ചുകുഞ്ഞ് വന്നു, കൊച്ചുമോള് വന്നു അവിടെ അല്ലേ? അതാ മാറി. സോറി, പ്രൈസ് ലോർഡ്. അപ്പോൾ അതുകൊണ്ട് നാം ചിന്തിച്ച് വന്നത്, തൻ്റെ പ്രാർത്ഥനയിൽ താൻ ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ തനിക്ക് മനസ്സിലായി, തനിക്ക് തന്നെ കറക്റ്റ് ചെയ്യാൻ ഒത്തിരി ഉണ്ട്. കംഫർട്ട് സോണിലാണ്, എല്ലാ ബ്ലെസ്സിങ്ങും ഉണ്ട്, എല്ലാ അലവൻസും ഉണ്ട്, റോയൽ ലൈഫാ താൻ നയിക്കുന്നത്.
പക്ഷേ ഇവിടെ താൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ബിബ്ലിക്കലി തന്നെ കറക്റ്റ് ചെയ്യേണ്ട സമയമായി. ഹലോ, സ്പിരിച്വലി തന്നെ കറക്റ്റ് ചെയ്യേണ്ട സമയമായി എന്ന്. സഹോദരങ്ങളെ, ഞാൻ ഒരു കാര്യം നിങ്ങളെ ഓർപ്പിക്കാം. നിങ്ങൾ ഒരിക്കലും ഒറ്റപ്പെട്ടെങ്ങും പോകരുത്. നിങ്ങളുടെ മുകളിൽ തികഞ്ഞ ആത്മീയനായ ഒരു പ്രാർത്ഥനാ മനുഷ്യൻ നിങ്ങളുടെ മീതെ നിങ്ങളെ വഴക്ക് പറയാൻ ഉണ്ടായിരിക്കണം, നിങ്ങളെ കറക്റ്റ് ചെയ്യാൻ ഉണ്ടായിരിക്കണം. എൻ്റെ ആത്മീയ ഗുരുവായ EV ജോർജ് സാർ, അദ്ദേഹം മരിച്ചുപോയി. 85-ാമത്തെ വയസ്സിൽ മരിച്ചുപോയി. ഞാൻ ഏതാണ്ട് 34 വർഷത്തോളം അദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹം ഒരിക്കൽ ഞാൻ വേറെ വിദ്യാർത്ഥികളോട് പറഞ്ഞിട്ടുണ്ടെന്ന് എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ, അദ്ദേഹം മുളക്കടയിൽ 1952 മുതൽ 72 വരെ അധ്യാപകനും സ്റ്റേറ്റ് സെക്രട്ടറി ഒക്കെ ആയിരുന്നു. ഒരു ദിവസം 6 മണിക്കൂർ മുഴങ്കാലിലിരുന്ന് പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു. ജീവിത വിശുദ്ധിയും പ്രാർത്ഥനാ ജീവിതവും ആത്മാക്കളെ നേടുന്നത് എങ്ങനെയെന്നും ആ വലിയ മഹാനായ മനുഷ്യന്റെ കാൽക്കലിരുന്ന് അനേക ആത്മീയ മർമ്മങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തരുവാനിടയായി. ആ ദേവപുരുഷൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്: കുഞ്ഞെ, ഒരിക്കലും ആത്മീയ കോളത്തിലെ പൊളിറ്റിക്സിലൊന്നും നീ ചാടിയേക്കരുത്. നിന്റെ വിളി മിഷണറി കോളിംഗ് ആണ്. ഞങ്ങളുടെയൊക്കെ പ്രസ്ഥാനത്തില് വോട്ടിംഗ് സിസ്റ്റം ഉള്ളത്. എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ ഒരിക്കലും മക്കൾ ഒരു വോട്ട് ചെയ്യാനൊന്നും പോയേക്കരുത്. നിന്റെ ശുശ്രൂഷ വോട്ടിട്ടും ചീട്ടിട്ടും ഒന്നുമല്ല, പരിശുദ്ധാത്മാവ് തരുന്ന പോലെ. കഴിഞ്ഞ 40 വർഷം കഴിയുന്നു, ഇന്നുവരെ ഞാനൊരു വോട്ട് ചെയ്യാൻ പോയിട്ടില്ല. ഏതാ പാർലമെന്റ് ഇലക്ഷന്റെ വോട്ടിന്റെ കാര്യമല്ല പറഞ്ഞത്. പ്രസ്ഥാനങ്ങളിൽ മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ ഗുരുക്കന്മാരെ എന്ത് പഠിപ്പിക്കുന്നോ, അദ്ദേഹം ഭയങ്കര ജീവിത വിശുദ്ധിയുള്ള ഒരു ദൈവമനുഷ്യനായിരുന്നു. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞൊരു കാര്യം, മുളക്കടയിൽ അദ്ദേഹം പഠിപ്പിക്കുമ്പോൾ താൻ പട്ടിണിയിലായി. തൻ്റെ കാപ്പിക്കലം, ചെമ്പ് കാപ്പിക്കലം കൊണ്ട് ചെന്ന് കാപ്പി അനത്തുന്ന ചെമ്പ് കലം കൊണ്ട് അദ്ദേഹം വിറ്റു. അദ്ദേഹത്തിന് 4 മക്കളുണ്ട്. കാരണം ഭയങ്കര ഞെരുക്കത്തിലൂടെ പഴന്ന സമയമാണ്. അന്ന് 20 രൂപ എങ്ങാണ്ടാണ് ശമ്പളം. അപ്പൊ വീട് പുലർത്താൻ ബുദ്ധിമുട്ടായി, ആരോടും ചോദിച്ചില്ല. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ, അദ്ദേഹം അന്നത്തെ കാലത്ത് മയേഴ്സ് മാതാമ, ലോങ് ഇയേഴ്സ് ബാക്ക്, ചർച്ച് ഓഫ് ഗോഡിന്റെ ആരംഭകാലത്ത് പ്രവർത്തനത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇന്ന് മുളക്കട പ്രസ്ഥാനം നടക്കുന്ന ആ സ്ഥലത്ത് മയേഴ്സ് മാതാമ എന്ന് പറയുന്ന ഒരു ദൈവദാസിയാണ് അമേരിക്കയിൽ നിന്ന് വന്ന് മുളക്കടയിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്, ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിക്കുന്നത്. അവര് അമേരിക്കയിലേക്ക് ഒരു വെക്കേഷന് മടങ്ങിപ്പോകുമ്പോൾ യാത്ര ചെയ്യുന്ന കപ്പൽ ജർമ്മൻ തുറമുഖത്തെത്തി. അവിടെ എത്തിയപ്പോൾ ജർമ്മൻകാരായ ആളുകൾ, അതിൽ ദൈവമക്കൾ ആരെങ്കിലും ഉണ്ടോ എന്നറിയാനായിട്ട് അവരവിടേക്ക് ചെന്നപ്പോൾ മയേഴ്സ് മാതാമയെ പരിചയപ്പെട്ടു. അപ്പോൾ അവര് ചോദിച്ചു, ഞങ്ങൾ മീറ്റിംഗ് അറേഞ്ച് ചെയ്താൽ നിനക്ക് വന്ന് പ്രസംഗിക്കാമോ? ഇന്ത്യയിൽ നിന്നൊരു മിഷണറി വനിത വരുന്നു എന്ന് അറിഞ്ഞിട്ട് അവരെല്ലാവരും അനൗൺസ് ചെയ്ത് ആ ചർച്ചിലേക്ക് വന്നു. അപ്പോൾ ഒരു മനുഷ്യൻ അവിടെ എത്തി. അതിന്റെ ഒരാഴ്ചക്ക് മുമ്പ് എന്ന് സാറ് ഈ ചെമ്പ് കാപ്പിക്കലം കൊണ്ടുപോയി വിറ്റിട്ട് വന്നു, അന്ന് രാത്രി ജർമ്മനിയിലുള്ള ഒരു സായിപ്പ് പ്രാർത്ഥിക്കുമ്പോൾ ആ സായിപ്പ് ഒരു വെളിപ്പാട് കാണുകയാണ്. വെളിപ്പാട് ഇതാണ്: ജോർജ് സാറിനെ, അദ്ദേഹത്തിന് നീണ്ട താടിയൊക്കെ ഉണ്ട്, അതുകൊണ്ടല്ല ഞാൻ താടി വളർത്തിയേക്കുന്നത് കേട്ടോ. പ്രൈസ് ഗോഡ്. എനിക്ക് നീണ്ട താടിയൊക്കെ ഉണ്ടായിരുന്നു, മുറിച്ചു പോട്ടെ. അപ്പോൾ ആ സായിപ്പ് കാണുന്നത് EV ജോർജ് സാറിന്റെ മുഖം. എന്നിട്ട് സാറിന്റെ നെറ്റിയിൽ എഴുതി കാണിക്കുകയാണ് EV ജോർജ് ഇന്ത്യ. എന്നിട്ട് താൻ കേൾക്കുന്ന ദൈവശബ്ദം, നീ എൻ്റെ ദാസനെ സഹായിക്കണം. EV ജോർജ് ഇന്ത്യന്ന് മാത്രമേ കണ്ടുള്ളൂ, അഡ്രസ്സും ഇല്ല. ഒരാഴ്ചയായിട്ട് പുള്ളി വെപ്രാളപ്പെട്ട് നടക്കുക. ദൈവമേ, EV ജോർജ് ഇന്ത്യന്നും പറഞ്ഞ് ദൈവം ഒരു വെളിപ്പാട് കാണിച്ച് ഞാൻ എങ്ങനെ സഹായിക്കും? അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്ത്യയിൽ നിന്ന് ഈ മയേഴ്സ് മാതാമ പ്രസംഗിക്കാനായിട്ട് ആ പ്രാർത്ഥനാ സ്ഥലത്തെത്തുന്നത്. അദ്ദേഹം നാട്ടിലെ കാര്യങ്ങളെല്ലാം ആ മദാമയിൽ നിന്ന് പ്രസംഗം കേട്ട് കഴിഞ്ഞ ഉടനെ അദ്ദേഹം ചെന്നിട്ട് ചോദിച്ചു, കഴിഞ്ഞ ഒരാഴ്ചയായി ഞാൻ വളരെ വേദനയോടെയാണ് നടക്കുന്നത്. ഇന്ത്യയിൽ നീണ്ട താടിയുള്ള ഒരു മനുഷ്യനുണ്ട്, മെലിഞ്ഞ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ നെറ്റിയിൽ EV ജോർജ് ഇന്ത്യ എന്ന് എഴുതിയിട്ടുണ്ട്.
നിനക്ക് വല്ല പരിചയമുണ്ടോ അദ്ദേഹത്തെ? നീ എന്റെ ദാസനെ സഹായിക്ക എന്ന് ദൈവം എന്നോട് അരുളി ചെയ്തിരിക്കുന്നു. ഞാൻ സഹായിക്കാൻ റെഡിയാണ്, പക്ഷെ എനിക്ക് ആളിനെ അറിയത്തില്ല, നിനക്ക് പറഞ്ഞു തരാമോ? അപ്പൊ മദാമ പറഞ്ഞു, എന്നെ മലയാളം പഠിപ്പിക്കുന്ന EV ജോർജാ. ആ യാത്രയിൽ കപ്പലിൽപ്പം കേടായിപ്പോയി, ഒരാഴ്ചത്തെ പണിയുള്ളത് കൊണ്ട് അവിടെ നിർത്തിയിരിക്കുകയാണ്. ശ്രദ്ധിച്ച് കേൾക്കണേ, പ്രൈസ് ഗോഡ്. ദൈവ മക്കളെ, പ്രാർത്ഥിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്നാ ഞാൻ പറയാൻ വന്നത്. നിന്റെ പരിമിതികളിൽ നീ ഞെരുങ്ങുമ്പോൾ നിന്റെ വഴി എവിടെയാ? നിന്റെ വാതിൽ എവിടെയാ? നിന്റെ നിക്ഷേപം എവിടെയാ? നിനക്കുള്ള നന്മ എവിടെയാ? കരുതലുകൾ എവിടെയാ? ഡോണ്ട് വറി. God treasury never ever empty. ദൈവത്തിന്റെ ഭണ്ഡാരം ഒരിക്കലും കാലിയല്ല. നന്ദിയോടെ സ്തോത്രം ചെയ്യാമല്ലോ, അല്ലേ? പ്രൈസ് ഗോഡ്. നെഹമ്യാവ് കറക്റ്റ് ചെയ്യാൻ തയ്യാറായി. എന്താ കറക്റ്റ് ചെയ്യാൻ തയ്യാറായത്? ബിബ്ലിക്കലി എനിക്ക് പറ്റിയ മിസ്റ്റേക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങളെ കറക്റ്റ് ചെയ്യാൻ ഒരാൾ എപ്പോഴും നിങ്ങളുടെ മുകളിൽ ഉണ്ടായിരിക്കണം. നിങ്ങൾ ഇഷ്ടപ്പെട്ട വഴിയിൽ പോയാൽ നിങ്ങൾ എന്നേക്കും നഷ്ടപ്പെട്ടു പോകും. ഓക്കെ, അതുകൊണ്ട് നിങ്ങളെ വഴക്ക് പറയുമ്പോൾ നിങ്ങൾ അത് സന്തോഷത്തോടെ സ്വീകരിക്കണം. എന്നെ EV ജോർജ് സാർ ഇന്ന് ഞാൻ ഓർക്കുന്നു, എന്റെ തോളിന് ഒരൊറ്റ അടി തന്ന അടി ഞാൻ ഇപ്പോഴും മറന്നിട്ടില്ല. ശുശ്രൂഷയ്ക്കായി പരിശീലനത്തിനായി ഉള്ളവരാണല്ലോ ഇതിൽ മിക്ക ആളുകളും. പ്രൈസ് ഗോഡ്. മറ്റൊന്നുമല്ല, പാവിരിക്കുമ്പോൾ ദൈവദാസന്മാർക്കും വിശ്വാസികൾക്കും പായിട്ടു അതിന്റെ നടുവിലുള്ള പാ ഞാൻ കവർ ചെയ്തിട്ടു. അപ്പോൾ ജോർജ് സാറ് അതിന്റെ നടുക്കുള്ള പാ വലിച്ചു മാറ്റി. അപ്പം ബാലനായിരിക്കുന്ന എനിക്ക് അറിയത്തില്ല, ഞാൻ നിറച്ചിടുക. പിന്നെ സാറ് വലിച്ചു മാറ്റി. പിന്നെ ഇട്ടപ്പോൾ, നിങ്ങളെല്ലാം അങ്ങനെ ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്, കറക്ഷനെ കുറിച്ച് ഞാൻ പറയുക. വീണ്ടും ഞാൻ ഇട്ടപ്പോൾ ഒരൊറ്റ അടി എൻ്റെ തോളിന് തന്നു. ഒന്ന് സാറ് മിണ്ടിയില്ല. ഞാന് നല്ല വേദന കൊണ്ട് അവിടെ സുഖമായിട്ട് ഞാൻ അവിടെ ഇരുന്നു. യോഗം കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, കുഞ്ഞിന് നോന്തല്ലേ? ഞാൻ പറഞ്ഞു, പിന്നെ പാണ്ഡം കൈവച്ചടിച്ച് എനിക്ക് നോത്തില്ല. എന്തിനാ ഞാൻ തല്ലിയതെന്ന് അറിയാമോ? ഞാൻ പറഞ്ഞ അറിയത്തില്ല. 2 പ്രാവശ്യം വലിച്ചിട്ടു, അത് പിന്നെ തിരിച്ചിട്ട് എന്തിനാ? ഞാൻ പറഞ്ഞു, അപ്പച്ചാ അത് നിറഞ്ഞു കിടക്കാൻ വേണ്ടി. കുഞ്ഞേ, അഭിഷിക്തന്മാരിരിക്കേണ്ടിടത്ത് അഭിഷിക്തന്മാരിരിക്കും, ജനമിരിക്കേണ്ടിടത്ത് ജനമിരിക്കണം. അവരുടെ ഇടയിൽ ഒരു അകലം വേണം. അപ്പോഴെനിക്ക് ബോധം വന്നു. മനസ്സിലായോ? അപ്പൊ ഓരോരുത്തരും ആയിരിക്കേണ്ട ഡിസ്റ്റൻസ് അത് ദൈവസന്നിധിയിൽ കീപ്പ് ചെയ്യണം. അതിനുവേണ്ടി എന്നെ തല്ലി. അപ്പോൾ ഞാന് ഗുജറാത്തിൽ കച്ചിൽ ഭുജിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഹിന്ദിയിൽ പ്രസംഗിക്കുമ്പോൾ മേജർ മനോരഞ്ജൻ എന്ന് പറയുന്ന ഒരാളിനും ജോർജ് ചാൻ എന്ന് പറയുന്ന എയർഫോഴ്സിലുള്ള ഒരാളുടെ കയ്യിൽ 2 ബുക്കും പേനയും കൊടുക്കുമായിരുന്നു. അപ്പൊ എന്നോട് ചോദിച്ചു, പ്രസംഗക്കുറിപ്പ് എഴുതാനാണോ? ഞാൻ പറഞ്ഞു, അത് നിങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതിനകത്ത് എഴുതണം. ഞാൻ തന്ന ബുക്ക് ഞാൻ പ്രസംഗിക്കുമ്പോൾ മിസ്റ്റേക്ക് പറ്റിയാൽ നിങ്ങളത് കുറിച്ചിട്ട് എനിക്ക് തിരുത്തി തരണം. അവര് പറഞ്ഞു, ഞങ്ങൾ എങ്ങനെ ദൈവദാസനെ തിരുത്തുന്നത്? ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല. അപ്പോൾ അവർക്ക് മനസ്സിലായി. സ്തോത്രം. കറക്ഷൻ ചെയ്യാൻ ആഗ്രഹിച്ചാൽ നാം വൃത്തിയായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഒരു ദിവസം ഞാൻ പ്രസംഗിക്കാൻ ദൂതൊരുക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവ് അന്ന് തന്ന വചനവും എൻ്റെ ജീവിതവുമായി ഒരു ബന്ധവും. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പോൾ ദൈവവചനം പ്രസംഗിക്കുമ്പോൾ ഓർക്കണം, നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലാത്തത് പ്രസംഗിച്ചാൽ പ്രസംഗിക്കുന്ന നിങ്ങൾ പിന്നീട് കിടന്ന് അനുഭവിക്കേണ്ടി വരും. 3 പോയിന്റും മുഖവരും ചേർത്താൽ ഒരു പ്രസന്റേഷൻ ആകും, പെർഫോമൻസ് ആകും, ദൈവത്തിന്റെ ശബ്ദമാകത്തില്ല. മനസ്സിലാകുന്നുണ്ടല്ലോ? എവിടുന്നേലും കിട്ടിയതെല്ലാം കൂടെ അടിച്ചുകൂട്ടി ഒപ്പിച്ചേച്ച് 15 അരമണിക്കൂർ ഒപ്പിച്ച് കളയരുത്. പാദപീഠത്തിൽ ഇരിക്കണം, പ്രാർത്ഥനയോടിരിക്കണം. നിങ്ങളോട് ദൈവം ഇടപെടുന്നതാണ് ജനത്തോട് ഇടപെടാനുള്ള മെസ്സേജ്. അത് വചനം കണ്ണാടിയാണ്, പരിശോധിക്കണം.
ഞാൻ പല മണിക്കൂറുകൾ പ്രാർത്ഥിച്ച് മെസ്സേജ് ഒരുക്കിയിട്ട് ഞാൻ പറഞ്ഞു, കർത്താവേ, എനിക്കിത് പ്രസംഗിക്കാൻ യോഗ്യതയില്ല, അതിനുള്ള പ്രാഗൽഭ്യം ദൈവസന്നിധിയിൽ എനിക്കില്ല. അപ്പോൾ മെസ്സേജിന്റെ സമയമായപ്പോൾ, ബൈബിൾ ക്ലാസ് ആണ് എല്ലാ ബുധനാഴ്ചയും, പ്രസംഗത്തിന്റെ സമയമായപ്പോൾ ഞാൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു, കർത്താവിന്റെ മക്കളെ, ഈ വേദഭാഗമാണ് എനിക്ക് ദൈവം തന്നത്, അതുകൊണ്ട് ഈ വചനം പ്രസംഗിക്കാൻ എനിക്കതിന് യോഗ്യതയില്ല, അതുകൊണ്ട് ഞാൻ പ്രസംഗിക്കുന്നില്ല. അന്ന് അവർക്കൊരു കാര്യം മനസ്സിലായി. സത്യത്തിൽ അന്നത്തെ മീറ്റിംഗ് മറ്റേതൊരാഴ്ചത്തെ മീറ്റിങ്ങിനേക്കാളും ബ്ലെസ്സിങ് ആയി മാറി. പ്രസംഗിച്ചില്ല. എങ്ങനെ ബ്ലെസ്സിങ് ആയി മാറി? അവർക്ക് മനസ്സിലായി, ചുമ്മാ പ്രസംഗിക്കാനല്ല ദൈവം വിളിച്ചത്. പണ്ടൊരു ദേവദാസനെ അയച്ചു. അദ്ദേഹം ആദ്യത്തെ സൺഡേ പ്രസംഗിച്ചു, മാനസാന്തരപ്പെട്ടു, ആളുകൾ സഹിച്ചു. The second Sunday, the same message, മാനസാന്തരപ്പെടും. മൂന്നാമത്തെ ആഴ്ചയും സെയിം. നാലാമത്തെ ആഴ്ചയായപ്പോൾ അവർ മടുത്തു. അവർ ഓഫീസിൽ പറഞ്ഞു, ഞങ്ങൾക്ക് പാസ്റ്ററിനെ മാറ്റി തരണം, പുള്ളിക്ക് പ്രസംഗിക്കാൻ അറിയത്തില്ല, ഒറ്റ പ്രസംഗിക്കും. അദ്ദേഹത്തെ വിളിച്ച് ഓവർസിയർ ക്വസ്റ്റ്യൻ ചെയ്തു, നീ ചെന്നപ്പോ എന്താ പ്രസംഗിച്ച്? മാനസാന്തരം. രണ്ടാമത്തെ ആഴ്ച മാനസാന്തരം, മൂന്നാമത്തെ ആഴ്ച മാനസാന്തരം, ഇപ്പൊ നാലാമത്തെ ആഴ്ച മാനസാന്തരം. സബ്ജക്റ്റ് വേറെ ഇല്ലേ? ഉണ്ട് സാർ. പിന്നെന്താ പ്രസംഗിക്കാൻ? സാർ ഇവര് മാനസാന്തരപ്പെട്ട് കഴിയുമ്പോൾ ഞാൻ അടുത്ത വിഷയം ദൈവം തിരഞ്ഞെടുക്കും സാർ. ടോപ്പിക് പ്രസന്റേഷൻ അല്ല ദൈവസന്നദ്ധി. ഹരം പിടിപ്പിക്കുന്ന, നമ്മളെ കൂടുതൽ കൂടുതൽ ചിരിപ്പിച്ച് ദൈവകൃപ നഷ്ടപ്പെടുത്തുന്നതൊന്നും അല്ല സഹോദരങ്ങളെ. നിങ്ങളുടെ അകത്തെ മനുഷ്യനെ ഉണർത്താൻ, ദുർബലമായ ആത്മബന്ധം ശക്തിപ്പെടാൻ, നിലച്ചുപോയ പ്രാർത്ഥനയുടെ തലം ജീവൻ പ്രാപിക്കാൻ, ആത്മീയമായി മരിച്ചിരിക്കുന്ന തലത്തിൽ നിന്ന് ആത്മാവിന്റെ നിറവിലേക്ക് ജീവൻ പ്രാപിച്ച് എഴുന്നേൽക്കേണ്ടതിനുള്ള വചനമാണ് നമുക്ക് ആവശ്യം. ഇന്ന് എന്തുകൊണ്ട് സഭകളിൽ ജനം ദൈവകൃപ പ്രാപിക്കുന്നില്ല? ഈ 66 പുൽമേടിൽ നിന്നും മേയാൻ കൊടുക്കുന്നില്ല. പുല്ല് തിന്നേണ്ട ജനത്തെ ഉമിതീറ്റിച്ച് വിടുകയാണ്. ധ്യാനിക്കാൻ ആളുകൾക്ക് സമയമില്ല, പ്രാർത്ഥിക്കാൻ സമയമില്ല, ദൈവസന്നിധിയിൽ ഇരിക്കാൻ സമയമില്ല, ജനത്തിനു വേണ്ടി കരയാൻ സമയമില്ല, അവരുടെ വിഷയങ്ങൾ അറിഞ്ഞ് ജാഗരിക്കാൻ സമയമില്ല. അതുകൊണ്ട് അവരുടെ സർമ്മണം ലോകപരമായ പ്രസന്റേഷനിലേക്ക് പോവുകയാണ്. നെഹമ്യാവ് പറയുന്നു, ദൈവമേ, നിന്റെ ദാസന്മാരായ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി രാവും പകലും നിന്റെ മുമ്പാകെ പ്രാർത്ഥിക്കുകയും ഇസ്രായേൽ മക്കൾക്ക് ഞങ്ങൾ നിന്നോട് ചെയ്തിരിക്കുന്നതുമായ പാപങ്ങളെ ചെയ്യുന്ന അടിയന്റെ. അപ്പൊ നോക്കിയേ, ഒരു ആത്മീയന്റെ ലക്ഷണം തെറ്റ് സമ്മതിക്കുന്നതാണ്. ഹലോ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? മിസ്റ്റേക്ക് സമ്മതിക്കണം സഹോദരങ്ങൾ. ഒരു പ്രവാചകനോട് ഒരിക്കൽ തമ്പുരാൻ ചോദിച്ചു, നീ കോപിക്കുന്ന വിഹിതമാണോ? അപ്പൊ അദ്ദേഹം പറഞ്ഞെന്താ? മരണപര്യന്തം കോപിക്കുന്ന വിഹിതമാണെന്നാണ്. സാറയോട് ചോദിച്ചു, നീ ചിരിച്ചില്ലയോ? അവള് പറഞ്ഞു, ഞാൻ ചിരിച്ചില്ല. ഹവ്വയോട് ചോദിച്ചു, നീ എന്തിനാ പഴം പറിച്ചത് തിന്നത്? അപ്പൊ പറഞ്ഞ, പാമ്പ് ചതിച്ചു. ശ്രദ്ധിക്കുന്നുണ്ടോ സഹോദരങ്ങളെ? എസ്കേപ്പ് ചെയ്യരുത്. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പാളിച്ച വന്നോട്ടെ, എന്ത് മിസ്റ്റേക്കും ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ വീഴണം. വാക്കിൽ തെറ്റിയിട്ടുണ്ടോ? പ്രവൃത്തിയിൽ തെറ്റിയിട്ടുണ്ടോ? നോട്ടത്തിൽ തെറ്റിയിട്ടുണ്ടോ? സംസാരത്തിൽ തെറ്റിയിട്ടുണ്ടോ? കൊടുക്കൽ വാങ്ങലിൽ തെറ്റിയിട്ടുണ്ടോ? ജീവിത പങ്കാളിയോട് അവിശ്വസ്ത കാണിച്ചിട്ടുണ്ടോ? ആമേൻ. ധനപരമായ കാര്യത്തിൽ അവിശ്വസ്ത കാണിച്ചിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ എന്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും കർത്താവിനോട് ഓപ്പൺ അപ്പ് ചെയ്യണം. കർത്താവേ, കുറ്റമേ ഉള്ളൂ, കുറവേ ഉള്ളൂ, അങ്ങയുടെ തിരുസന്നിധിയിൽ നിൽപ്പാൻ എനിക്ക് യോഗ്യതയില്ല എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ അടുത്തു വരുമ്പോൾ
ചുങ്കക്കാരന്റെ പ്രാർത്ഥനയും പരീശന്റെ പ്രാർത്ഥനയും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. പരീശൻ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞു, ഞാൻ ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, കിട്ടുന്നതിനെല്ലാം ടൈത്ത് കൊടുക്കുന്നു, അതുകൊണ്ട് ഞാൻ നിന്നെ സ്തുതിക്കുന്നു. പിന്നെ ഈ അടുത്ത് നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെയോ അല്ലായികയാൽ ഞാൻ അങ്ങയെ വാഴ്ത്തും. പ്രാർത്ഥനയിൽ സാഹിത്യമല്ല റിയൽ പ്രയർ. അത് ഞരക്കമായിരിക്കാം. ചിലപ്പോൾ ശബ്ദമൊന്നും കാണത്തില്ല. നനഞ്ഞ കണ്ണുകളോടെയുള്ള വിങ്ങിയ വാക്കുകളായിരിക്കും. പക്ഷേ ദൈവത്തിന്റെ സ്വർഗീയ ലാബിൽ നിന്റെ കണ്ണുനീർ പരിശോധിക്കുമ്പോൾ ആ കണ്ണുനീരിനകത്തുണ്ടല്ലോ, നിന്റെ ഹൃദയത്തിനകത്ത് ഞരക്കത്തിൽ നിന്ന് വരുന്ന എല്ലാ വിഷയങ്ങളും ആ ഒരു തുള്ളി കണ്ണുനീര് സ്കാൻ ചെയ്താൽ അത് ദൈവത്തിന്റെ പാദപീഠത്തിൽ അത് വ്യക്തമാണ്. അതുകൊണ്ടാണ് തമ്പുരാൻ പറഞ്ഞത്, എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു, നിലവിളി കേട്ടു, സങ്കടങ്ങൾ അറിയുന്നു. അത് ആ കണ്ണുനീരിന്റെ രസതന്ത്രം മനസ്സിലാക്കണം. എനിക്ക് മനസ്സിലായി, ഇനി ഒരു മടങ്ങി വരവ് ഇസ്രായേലിന് ആവശ്യമാണെങ്കിൽ അതിന്റെ ഇടിവിൽ നിന്ന് കരയാൻ എന്നെ ദൈവം കണ്ടു എന്ന് നെഹമ്യാവിന് മനസ്സിലായി. താൻ ഇടിവിൽ കയറാൻ, ഇടവ് നിൽക്കുവാൻ, മധ്യസ്ഥ അണയ്ക്കുവാൻ തയ്യാറായി. താൻ പിടിച്ച പ്രോമിസ് എന്താണ്? ഇനി താഴോട്ട് വേഗം നമുക്ക് വായിച്ചു വിടാം. അവിടെ ഒരാള് ദിവസം വായിക്കുമ്പോൾ നിർത്തി വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും വായിക്കാനായിട്ട് നിങ്ങൾ ശീലിക്കണം. ഓക്കെ, ഞാനൊന്ന് വായിക്കാം. നിങ്ങൾ വേദപുസ്തകം വായിക്കേണ്ട രീതി ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഞാൻ 6 മുതൽ വായിക്കാം. കുത്തുള്ളിടത്ത് നിർത്തണം, കോമ ഉള്ളിടത്ത് അല്പ സൈലന്റ് ആയിരിക്കണം. ഓക്കെ, ശ്രദ്ധിച്ചാട്ടെ. ദൈവമേ, നിന്റെ ദാസന്മാരായ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി രാവും പകലും നിന്റെ മുമ്പാകെ പ്രാർത്ഥിക്കുകയും ഇസ്രായേൽ മക്കളായ ഞങ്ങൾ നിന്നോട് ചെയ്തിരിക്കുന്ന പാപങ്ങളെ ഏറ്റുപറയുകയും ചെയ്യുന്ന അടിയന്റെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് നിന്റെ ചെവി ശ്രദ്ധിച്ചും നിന്റെ കണ്ണ് തുറന്നും ഇരിക്കണമേ. ഞാനും എന്റെ പിതൃഭവനവും പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ നിന്നോട് ഏറ്റവും വഷളത്വമായി പ്രവർത്തിച്ചിരിക്കുന്നു. നിന്റെ ദാസനായ മോശയോട് നീ കൽപ്പിച്ച കൽപ്പനകളും ചട്ടങ്ങളും വിധികളും ഞങ്ങൾ പ്രമാണിച്ചിട്ടുമില്ല. നിങ്ങൾ ദ്രോഹം ചെയ്താൽ ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ ചിഹ്നിച്ചു കളയും. എന്നാൽ നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞു എന്റെ കൽപ്പനകളെ പ്രമാണിച്ചു അവയെ അനുസരിച്ച് നടന്നാൽ നിങ്ങളുടെ ഭ്രഷ്ടന്മാർ ആകാശത്തിന്റെ അറുതി വരെയും എത്തിയിരുന്നാലും ഞാൻ അവിടെ നിന്ന് അവരെ ശേഖരിച്ച് എന്റെ നാമം സ്ഥാപിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്ത സ്ഥലത്ത് കൊണ്ടുവരും എന്ന് നിന്റെ ദാസനായ മോശയോട് നീ അരുളി ചെയ്ത വചനം ഓർക്കണമേ. അവർ നിന്റെ മഹാശക്തി കൊണ്ടും ബലമുള്ള കൈകൊണ്ടും നീ വീണ്ടെടുത്ത നിന്റെ ദാസന്മാരും നിന്റെ ജനവുമല്ലോ. കർത്താവേ, നിന്റെ ചെവി അടിയന്റെ പ്രാർത്ഥനയ്ക്കും നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ താല്പര്യപ്പെടുന്ന നിന്റെ ദാസന്മാരുടെ പ്രാർത്ഥനയ്ക്കും ശ്രദ്ധയുള്ളതായിരിക്കണമേ. ഇന്ന് അടിയന് കാര്യം സാധിപ്പിച്ച് ഈ മനുഷ്യന്റെ മുമ്പാകെ എനിക്ക് ദയ ലഭിക്കുമാറാക്കണമേ. ഞാൻ രാജാവിനും പാനപാത്രവാഹനായിരുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾ വേദപുസ്തകം വായിക്കേണ്ട രീതി എന്താണെന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞല്ലോ. നിർത്തി പണ്ടൊരാൾ വായിച്ചു, നീതിമാൻ എന്നും ഓർമ്മയിലിരിക്കും, ധൃതി വായിച്ചപ്പോ ഓർമ്മയിൽ നായിപ്പോ. ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു എന്ന് പറഞ്ഞിടത്ത് ഞാനും അളിയനും ദരിദ്രമാകുന്നു ഒരാൾ വായിച്ചു. അപ്പൊ ഈ ഏകാഗ്രത തെറ്റിപ്പോകുമ്പം വായനയിലൊക്കെ ചെറിയ മിസ്റ്റേക്ക് ഒക്കെ വരും. അതുകൊണ്ട് ഒന്നും നിങ്ങൾ ഭാരപ്പെടേണ്ട, മിസ്റ്റേക്ക് ആർക്കും സംഭവിക്കാം. എല്ലാവരും വീഴ്ചകളിൽ നിന്നാണ് പഠിച്ചു വരുന്നത്. ഓക്കെ, നമ്മളിത് വായിച്ചു വന്നത് ഇപ്പോൾ തന്റെ പ്രാർത്ഥനയിൽ
ഉരുവിട്ട വാക്കുകൾ എന്താണ് ബിബ്ലിക്കലി ഉള്ള ഒരു പ്രയറാണ് അല്ലേ? താൻ ഒരു കാര്യം സമ്മതിക്കുന്നു, താനും തൻ്റെ ഫാമിലിയും കൂടെ ഈ പൊളിഞ്ഞുപോയ മതിലിന് കാരണക്കാരാണ്. ഞാനും എൻ്റെ ഗ്രഹവും ഈ തലമുറ തകർന്നു പോയതിനൊരു കാരണമാണ്. സ്തോത്രം, 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 സ്തോത്രം. നിശ്ചയം ഇന്ന് രാത്രി ആ ഒരു കൺസെപ്റ്റ് നമുക്ക് എടുക്കാൻ പറ്റുമോ? നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവകൃപയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയെങ്കിൽ നിശ്ചയമായി നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനക്കുറവ് ഉണ്ട് എന്ന് ഞാൻ എപ്പോഴും സമ്മതിക്കാറുണ്ട്. എവിടെയെങ്കിലുമൊക്കെ ദൈവത്തിന്റെ നേരിയ ശബ്ദത്തെ നമ്മൾ വിട്ടുകളഞ്ഞിട്ട് നമ്മുടെ മക്കളിൽ ഒത്തിരി സന്തോഷിക്കുന്ന, പ്രശംസിച്ചു പോയ മേഖലകൾ കാണും. അവരെന്തെങ്കിലുമൊക്കെ പഠിച്ച് മിടുക്കരായി ഒരു പെർഫോമൻസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കൊളറയിലൊക്കെ പിടിച്ചൊരു പൊടികമയൊക്കെ വരും. പക്ഷെ അവിടെ എല്ലാം നമ്മൾ ഉടഞ്ഞ് ഒന്ന് ഒതുങ്ങി, ഒന്ന് മെരുങ്ങി, ഒന്ന് നേരെയാകാൻ അവരുടെ ജീവിതത്തിൽ അവർ പ്രതീക്ഷിക്കാത്ത സ്വഭാവം അവരിൽ വരുമ്പോൾ, ജീവിത രീതി വരുമ്പോൾ, പെരുമാറ്റത്തിലുള്ള വൈകൃതമായ ചില രീതികൾ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ, അയ്യോ വീണ്ടും വണ്ണം പ്രാർത്ഥിക്കാൻ കഴിഞ്ഞു, വീണ്ടും വണ്ണം ഉപവസിക്കാൻ കഴിഞ്ഞില്ല? ഒരു 30 വയസ്സിൽ താഴെ, 35 വയസ്സിന് താഴെ കുഞ്ഞുങ്ങളുള്ളവരോട് ഞാൻ പറയാം, സ്തോത്രം, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പോലെ ഒരിക്കലും മറ്റൊരാൾ നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കത്തില്ല. നിങ്ങൾ ജോലി ചെയ്യുമ്പോഴും, നടക്കുമ്പോഴും, ഇരിക്കുമ്പോഴും, കിടക്കുമ്പോഴും ഒക്കെ ഇയ്യോബിനെ കുറിച്ച് വായിക്കുന്നത്, ഇയ്യോബിന്റെ കുഞ്ഞുങ്ങൾ പാപം ചെയ്തതിന് ശേഷമല്ല ഇയ്യോബ് പ്രാർത്ഥിച്ചത്, യാഗമർപ്പിച്ചത്. അതിനു മുമ്പ് ഹൃദയം കൊണ്ട് വല്ലോ അവർ പാപം ചെയ്തു പോയോ എന്ന് വിചാരിച്ച് അഡ്വാൻസ്ഡ് യാഗം കഴിച്ച മനുഷ്യനായിരുന്നത്. എന്നിട്ടും ഭവനത്തിന് കൊടുക്കാറ്റടിച്ചു നമ്മൾ മനസ്സിലാക്കണം. താൻ എടുക്കുന്ന ചില വേദഭാഗം നമ്മൾ എടുത്ത് നിങ്ങൾ മനസ്സിലാക്കിയാൽ, മോശ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, നെഹമ്യാവ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, ആവർത്തന പുസ്തകം 30-ാം അധ്യായം അതിന്റെ 2 മുതൽ 4 വരെയുള്ള വേദഭാഗങ്ങളെ ആസ്പദമാക്കിയാണ് താൻ പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. നെഹമ്യാവ് പറയുകയാണ്, മോശ മുഖാന്തരം അങ്ങ് അരുളി ചെയ്തു. എന്തുവാ അരുളി ചെയ്തത്? പാപം നിമിത്തം ദൈവകൃപയിൽ നിന്ന് അന്യപ്പെട്ടു പോകുമ്പോൾ ദൈവം കൈവിടുന്നു, പരിപാലനത്തിന്റെയും സുരക്ഷിതത്വത്തിന്റെയും വേലി പൊളിച്ചു കളയുന്നു. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തെ ഒരു ഉപമാ രൂപേണ യെശയ്യാവ് 5-ാം അധ്യായം 1 മുതൽ നിങ്ങളൊന്ന് എടുത്തു വായിച്ച്, ഞാൻ എൻ്റെ പ്രിയതമന് തൻ്റെ മുന്തിരിത്തോട്ടത്തെ കുറിച്ച് ഒരു പാട്ട് പാടും. പാട്ട് പാടും. ആ പാട്ട് പാടാൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ മോളങ്ങ് പാടിപ്പോയി കേട്ടോ. പാട്ട് പാടും. എന്താണ്? ഏറ്റവും ഫലവത്തായ ഒരു കുന്നിന്റെ മുകളിൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. അവിടെ കല്ലുകളെ പെറുക്കിക്കളഞ്ഞു, ജാതികളെ പെറുക്കിക്കളഞ്ഞു എന്നാണ് നമ്മൾ വായിക്കുന്നത്. സങ്കീർത്തനത്തിൽ വരുമ്പോൾ ജാതികളെ ഞാൻ പെറുക്കിക്കളഞ്ഞു. എടുത്തു വരുന്ന വായിച്ചാട്ടെ, 5-ാം അധ്യായം 1 മുതൽ വേഗം വായിച്ചു വിടണേ. ഞാൻ എന്റെ പ്രിയതമന് അവന്റെ മുന്തിരിത്തോട്ടത്തെ കുറിച്ച് എന്റെ പ്രിയന്റെ പാട്ടുപാടും. എന്റെ പ്രിയതമന് ഏറ്റവും ഫലവത്തായ ഒരു കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. ഏറ്റവും ബെസ്റ്റ് പ്ലേസിലാണ് മുന്തിരിത്തോട്ടം ഉണ്ടാക്കിയത് ദൈവം. അടുത്തത്, അവൻ അതിന് വേലി കെട്ടി അതിലെ കല്ല് പെറുക്കി കളഞ്ഞു, അതിൽ നല്ല വക മുന്തിരിവള്ളി നട്ടു. കല്ല് പെറുക്കി കളഞ്ഞു. നിങ്ങൾ അവിടെ കല്ല് പെറുക്കി കളഞ്ഞു എന്നുള്ള ഭാഗത്ത് സങ്കീർത്തനം 80-ാം അധ്യായം 8-ാം വാക്യമാണെന്ന് തോന്നുന്നു. അവിടെ അവൻ ജാതികളെ, കല്ലുകളെ നീക്കിക്കളഞ്ഞു എന്നൊരു ഭാഗം ഉണ്ട്. ആണോ? നീ മിസ്രയീമിൽ നിന്ന് ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്നു,
ജാതികളെ നീക്കിക്കളഞ്ഞ് അതിനെ നട്ടു. കണ്ടോ? നിങ്ങൾ തടമെടുത്തു. യെസ്. അപ്പൊ അവിടെ നമ്മൾ കാണുന്നത് ജാതികളെ നീക്കിക്കളഞ്ഞ് അവൻ എന്ത് ചെയ്തു? നല്ല മുന്തിരിവള്ളി നട്ടു. എന്നിട്ട് തമ്പുരാൻ പറയുന്നത്, നിങ്ങൾ 2-ാം വാക്യം ശ്രദ്ധിച്ച്, അവൻ അതിന് വേലി കെട്ടി, പിന്നെ അതിലെ കല്ല് പെറുക്കി കളഞ്ഞു, പിന്നെ അതിൽ നല്ല വക മുന്തിരി നട്ടു, പിന്നെ നടുവിൽ ഒരു ഗോപുരവും പണിതു, പിന്നെ ഒരു ചക്കും ഇട്ടു. യെസ്. മുന്തിരിങ്ങ കായ്ക്കുമെന്ന് അവൻ കാത്തിരുന്നു, കായ്ച്ചതോ കാട്ടുമുന്തിരിയങ്ങത്രേ. കണ്ടോ? നോക്കിയേ, ഈ നമ്മളൊക്കെ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, വിസ കിട്ടാനും PR കിട്ടാനും പുതിയ പുതിയ ജോലി കിട്ടാനും ഒക്കെ നമുക്ക് ആവശ്യമായി വരുമ്പോൾ നമ്മൾ എന്തെല്ലാം ഉടമ്പടികളാ ദൈവസേനയിൽ വെക്കാറുള്ളത് അല്ലെ? ആ ഉടമ്പടികൾ കാര്യമെല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ആ കാര്യം നടക്കേണ്ട സമയം വരെയും എന്തോ ഒരു ആവേശവും എന്തോ ഒരു പ്രാർത്ഥനയും എന്തെല്ലാം നീക്കങ്ങളാണ് പലപ്പോഴും നമ്മളിൽ സംഭവിക്കാറുള്ളത്. പക്ഷെ ഒരു സെറ്റിൽമെന്റിലേക്ക് ഇസ്രായേൽ വന്നു കഴിഞ്ഞപ്പോൾ മരുഭൂമിയിൽ അവർ ദൈവത്തോട് പറഞ്ഞതും ദൈവം അവരോട് പറഞ്ഞതും ഒക്കെ ഇവഞ്ച്വലി അവരങ്ങ് മാറും. കനാന്യ സംസ്കാരങ്ങളിലേക്ക് അവർ പോയി. കനാനിലെ ആളുകളുടെ വിശ്വാസമായിരുന്നു ബാലിനെ ആരാധിച്ചാൽ 100% വിളവ് കിട്ടും. അപ്പൊ അവർക്ക് തോന്നി, ഓക്കെ, പിന്തലമുറ വന്നപ്പോൾ ബാലിനെ പെതുക്കെ രഹസ്യമായി സേവിക്കാൻ തുടങ്ങി. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ഒരിക്കൽ കർത്താവിനെ ഹൃദയത്തിൽ രക്ഷകനായി സ്വീകരിച്ച ഒരു ദൈവപൈതൽ ഒരിക്കലും മനുഷ്യനിർമ്മിതമായ ഒരു മണ്ണിന്റെയോ കല്ലിന്റെയോ മുമ്പിൽ പോയി നിങ്ങൾ ആരാധിക്കരുത്. അഡൽട്ടറി ആൻഡ് ഐഡലട്രി, വിഗ്രഹാരാധനയും വ്യഭിചാരവും ദൈവം ഭയങ്കരമായി വെറുക്കുന്ന പാപങ്ങളിൽപ്പെട്ടതാണ്. നിങ്ങൾ ഓർത്തിരിക്കണം. കാരണം ജീവനുള്ള ദൈവത്തെ നാൽക്കാലി, ഇടജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റുമ്പോൾ തമ്പുരാന് ഭയങ്കര വേദനയാണ്. യേശുവിനെ ഉള്ളത്തിൽ കൈക്കൊണ്ട ഒരാളുടെ ഹൃദയത്തിന്റെ സിംഹാസനത്തിൽ തമ്പുരാൻ വന്നു കഴിഞ്ഞാൽ ദൈവിക ഭരണം ആ വ്യക്തിയിൽ ആരംഭിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ദൈവിക ഭരണം നിങ്ങളിൽ ആരംഭിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ ദൈവിക ഭരണം ഉണ്ടാകും. നിങ്ങളുടെ ജീവിത പങ്കാളിൽ ദൈവിക ഭരണം ഉണ്ടാകും. ഇന്ന് രാത്രി വചനം കേൾക്കുമ്പോൾ കർത്താവിന് വേണ്ടി നിങ്ങളുടെ ഉള്ളത്തെ സമർപ്പിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഒരാളെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ വളരെ വിനയത്തോട് നിങ്ങളോട് പറയാം, open your heart and invite Jesus in your heart as your personal savior. ഇന്ന് 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു വാത്സല്യം മോൻ ആരൻ ബ്ലെസ്സഡ് ആയിരുന്നു. കർത്താവിനെ രക്ഷകനായിട്ട് ആ കുഞ്ഞ് സ്വീകരിച്ചു. ഒരു 1 hour ബാക്ക് ഇച്ചിരി അപ്പൊ ഇതിലൊരു കൗൺസിലിംഗ് കൊടുക്കുന്ന സമയത്ത് അമ്മോന് കർത്താവിനെ അവന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി. പ്രൈസ് ഗോഡ്, വണ്ടർഫുൾ. സോ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തമ്പുരാൻ പറഞ്ഞു, ഞാൻ വെയിറ്റ് ചെയ്തു, പക്ഷെ റിസൾട്ട് വന്നപ്പോൾ എന്താണ്? കാട്ടുമുന്തിരിങ്ങ. ദൈവം വെയിറ്റ് ചെയ്യുന്ന ഇതാണ്. ദൈവം നമുക്ക് വേണ്ട ഫിനാൻഷ്യലി, ഫിസിക്കലി, മെന്റലി എല്ലാം ദൈവം തന്നു കാര്യങ്ങൾ. പക്ഷേ കർത്താവിന് റിസൾട്ട് കൊടുക്കുന്നവരായി തീർന്നില്ലെങ്കിൽ ദൈവത്തിന് ഭയങ്കര വിഷമം. നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾ പ്രസവിച്ചിട്ട് 15 വയസ്സായിട്ടും ആ ബെഡിൽ കിടക്കുകയാണെങ്കിലോ നിങ്ങൾക്ക് വേദനയില്ലേ? വളർച്ചയില്ലെങ്കിൽ വേദനയില്ലേ? നിങ്ങളെ വേണ്ടിയെടുത്ത കർത്താവിന് നിങ്ങൾ ക്രിസ്തുവിൽ വളരുന്നില്ലെങ്കിൽ കർത്താവിന് വേദനയുണ്ട്. ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ നിങ്ങൾ റിസൾട്ട് ഉള്ളവരായി മാറിയില്ലെങ്കിൽ ദൈവത്തിന് വേദനയുണ്ട്. കാരണം കാൽവരിയിൽ നിങ്ങൾക്ക് വേണ്ട ഫുൾ പേ ചെയ്ത ആളാ കർത്താവ്. നമ്മളെ ശിഷ്യന്മാരാക്കിയെങ്കിൽ നമ്മുടെ ദൗത്യത്തിൽ നാം വിശ്വസ്തരായിരിക്കണം. ആര് നിങ്ങളെ പൊക്കിയാലും ആര് നിങ്ങളെ താഴ്ത്തിയാലും ഡസന്റ് മാറ്റർ. കർത്താവ് നിങ്ങളെ ഉപയോഗിച്ചില്ലെങ്കിൽ നിങ്ങൾ ഏത് പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്നവരും
കാശ് മേടിച്ചേച്ച് ഇന്നാരും നല്ല ചക്കരയാണെന്ന് പറഞ്ഞു. അതിലൊന്നും കാര്യമില്ല സഹോദരങ്ങളെ. ദൈവം നമ്മളെ അംഗീകരിച്ചില്ലെങ്കിൽ നമ്മൾ ദൈവസന്നിധി സീറോയാണ്. ദൈവത്തിന്റെ ത്രാസിൽ തൂക്കുമ്പോൾ കുറവുള്ളവരാണെങ്കിൽ ഒരു പ്രയോജനമില്ല. ഇന്ന് രാത്രി ഞാൻ താഴ്മയോട് പറയാം, നെഹമ്യാവ് ഇസ്രായേൽ മക്കൾക്ക് മോശയിലൂടെ അരുളി ചെയ്ത വാഗ്ദത്ത വചനങ്ങളിൽ നിന്ന് താൻ പിടിച്ചു. എന്താണ് നമ്മൾ വായിച്ചത്? താൻ ഇങ്ങനെ ആവർത്തന പുസ്തകത്തിൽ നമ്മൾ കാണാനിടയായി തീർന്നു. എന്താണ്? എന്റെ ദാസനായ മോശയിൽ 30-ാം അധ്യായം അതിന്റെ 2 മുതൽ 4 വരെയുള്ള വാക്യം ഒരാൾ വായിച്ചാട്ടെ. യെസ്. നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരിഞ്ഞ് നീയും നിന്റെ മക്കളും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്നത് പോലെ ഒക്കെയും അവന്റെ വാക്ക് കേട്ടനുസരിച്ചാൽ നിന്റെ ദൈവമായ യഹോവ നിന്റെ സ്ഥിതി മാറ്റുകയും നിന്നോട് മനസ്സലിഞ്ഞ് നിങ്കലേക്ക് തിരിയുകയും നിന്റെ ദൈവമായ യഹോവ നിന്നെ ചിതറിച്ചിരുന്ന സകല ജാതികളിൽ നിന്നും നിന്നെ കൂട്ടിച്ചേർക്കുകയും ചെയ്യും. നോക്കിക്കേ, താനതാ മുറുകെ പിടിച്ചു, സമ്മതിച്ചു, പറ്റിപ്പോയി കർത്താവ്. താനൊരു കാര്യം ചിന്തിച്ചില്ല. കണ്ടോ, ആത്മീയനായ എന്നെ ദൈവം ഇവിടെ കൊണ്ടുവന്ന് മാന്യത തന്ന്, ജോലി തന്ന്, വരുമാനം തന്ന്, സുഖസൗകര്യങ്ങൾ തന്ന് ദൈവം എന്നെ ആക്കിയിരിക്കുക. ദൈവത്തെ വിട്ട് പോയവരൊക്കെ യെരുശലേമിൽ ഇങ്ങനെ കഷ്ടം അനുഭവിക്കുക, നീയൊക്കെ അനുഭവിക്കുക. സഹോദരങ്ങളെ, ദൈവം നമ്മളോട് എങ്ങനെ കരുണ കാണിച്ചു, ആ കരുണയാണ് നമുക്ക് ദൈവരാജ്യത്തോടുള്ള ബന്ധത്തിൽ ആവശ്യം. കർത്താവ് എന്താണ് പറഞ്ഞത്? എഴുതുക, സ്വയം നീതീകരണം ഒഴിവാക്കി കർത്താവിന്റെ ഉപദേശത്തെ നമ്മുടെ ഉള്ളിൽ കൈക്കൊള്ളണം. എങ്ങനെ? ലൂക്കോസ് 6:37 മുതൽ 42 വരെ, മത്തായി 7:1 നിങ്ങൾ ചിന്തിക്കുക. മത്തായി 7:1 മുതൽ ഒന്ന് വായിച്ചാൽ കൊള്ളാം. മാത്യു ചാപ്റ്റർ 7 വേഴ്സ് 1 എന്താ എഴുതിയിരിക്കുന്നത്? നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. നിങ്ങൾ വിധിക്കപ്പെടാതെ ഇരിക്കേണ്ടതിന്. നമുക്ക് എന്തെങ്കിലും ഒരാളുടെ ജീവിതത്തിൽ ഒരു പാളിച്ചയുടെ സന്ദേശം നമ്മുടെ കാതിൽ വന്നാൽ എത്ര പെട്ടെന്നാണ് അത് ഫോർവേഡ് ചെയ്ത് പോകുന്നത്. ആ സ്ഥാനത്ത് നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ മനസ്സിന് എന്തോ സുഖം കിട്ടും. നിങ്ങളുടെ മനസ്സ് മുറിയത്തില്ലേ? വേദനിക്കത്തില്ലേ? നിങ്ങൾ വിധിക്കപ്പെടാതെ ഇരിക്കേണ്ടതിന് നിങ്ങൾ എന്ത് ചെയ്യരുത്? വിധിക്കരുത്. വിധിക്കരുത്. കാരണം നമുക്ക് തിരുത്താൻ ഒത്തിരി ഉണ്ട്. കർത്താവ് പറയാ, നിങ്ങൾ മെഷർ ചെയ്യുന്ന മെഷറിൽ തന്നെ നിങ്ങൾക്ക് തിരിച്ചു. സൗരങ്ങളെ, ഒരു വിശ്വാസി, ഒരു ദൈവദാസനും ഒരു പ്രസ്ഥാനത്തിന്റെ വകയല്ല, ദൈവത്തിന്റെ വകയാണ്. ആര് വീണാലും ആർക്ക് ഫെയിലിയർ ഉണ്ടായാലും വിളിച്ച യജമാനൻ കണക്ക് ചോദിക്കും, കറക്റ്റ് ചെയ്യും. നമ്മളെല്ലാവരും ഒരു വിശ്വാസ യാത്രയുടെ പാതയിലാണ്. ഒരിക്കൽ പൗലോസ് പറഞ്ഞു, ഞാൻ അതിശ്രേഷ്ഠ അപ്പോസ്തലന്മാരിൽ ഒട്ടും ചെറിയവനൊന്നുമല്ല. അത് ആരംഭ ചൂടിലാ പുള്ളി അത് പറഞ്ഞു. കുറച്ചു നാളങ്ങോട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഞാൻ എല്ലാവരിലും എളിയവനാണ്. മനസ്സിലാകുന്നുണ്ട്? കുറച്ചുകൂടെ അങ്ങോട്ട് മുന്നോട്ട് പോയപ്പോൾ പറഞ്ഞു, ഞാൻ ആകുന്നത് കൃപയാലാകും. പിന്നെ മുന്നോട്ട് പോയപ്പോൾ താൻ പറഞ്ഞു, എനിക്ക് പലരാലാണ് ദൈവകൃപ ലഭിച്ചത്. ഒരിക്കൽ ടീം പ്രവർത്തനത്തിൽ മുന്നോട്ട് പോയപ്പോൾ മർക്കോസ്, അദ്ദേഹം വിശ്വാസത്തിൽ അങ്ങോട്ട് പുതുതായിട്ട് വന്നതേ ഉള്ളൂ. പകർച്ചവ്യാധിയുടെ ശല്യം നിമിത്തം താൻ ഭയപ്പെട്ടു, ടീം വർക്കിന് വരുന്നില്ലെന്ന് പറഞ്ഞു. പൗലോസ് പറഞ്ഞു, ഇനി മേലാൽ അവനെ ടീമിലെടുത്തേക്ക്. അവിടെ നമ്മൾ വായിക്കുന്ന ബർണബാസുമായിട്ട് ഉഗ്രവാദം ഉണ്ടായെന്നാ വായിക്കുന്നത്. കാരണം പുള്ളി വിശ്വാസത്തിൽ ഇറങ്ങി ആ ഭയങ്കര ചൂടി നിൽക്കുന്ന സമയം. നമുക്കറിയാലോ, ഈ കൃപയിൽ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ആ നേരത്തെ ദൈവത്തിനെതിരായി, ദൈവജനത്തിനെതിരായി ചെയ്തതിന്റെ ആ കോപപ്രാന്ത്
മുഴുവൻ മാറിയിട്ട് നേരെ ആത്മീയ ചൂടിലേക്ക് തിരിഞ്ഞു. അപ്പൊ ആരുടെയും പ്രാർത്ഥന പുള്ളിക്ക് പിടിക്കത്തില്ല, കാരണം ശരിയല്ല അവരുടെ ഒന്നും പ്രാർത്ഥന. അപ്പം ആരുടെ വിശുദ്ധിയും അവർക്ക് പിടിക്കത്തില്ല. എന്ന് പറഞ്ഞാൽ വളരെ ഹയർ ലെവലിൽ അവരെല്ലാം ചിന്തിക്കത്തില്ല. ഈ ഭൂമിയിലാണെന്ന് പോലും അവർക്കൊരു തോന്നൽ വരത്തില്ല. മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ആ ചൂട് മനസ്സിലാക്കിയ ബർണബാസ് മർക്കോസിനെ ഇനി വേണ്ട എന്ന് പറഞ്ഞ് പ്രവർത്തിക്ക് വരാത്തവനെ ഇനി പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഒഴിവാക്കിയപ്പോൾ പൗലോസിനെ യെരുശലേമിൽ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തുന്നത് ബർണബാസ് ആയിരുന്നു എന്ന്. മാത്രമല്ല അവിടെ അപ്പോസ്തലന്മാരുടെ സാക്ഷിയൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ബഹുഭാഷ പണ്ഡിതനാണ്. അന്നുള്ള സംസ്കാരങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കി, പരീശനാണ്, പണ്ഡിതനാണ്, വലിയ കഴിവുള്ള മനുഷ്യനാണ്. പക്ഷേ അപ്പോൾ അദ്ദേഹം ഇതിന്റെ പ്രസംഗമെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് അപ്പോസ്തലന്മാർക്ക് മനസ്സിലായിടാ, നമ്മുടെ കസേര തെറിക്കാൻ സാധ്യതയുണ്ട്, നമ്മളാരും മൈൻഡ് ചെയ്യണ്ട. പുള്ളിയെ കാര്യമായിട്ടൊന്നും പരിഗണിച്ചില്ല. കുറച്ചു നാള് വലിയ സഹകരണം ഇല്ലാതെ വന്നപ്പോഴത്തേന് ശൗല് തർസോസിലേക്ക് പോയി. ഒരു ദിവസം ബർണബാസ് യോഗത്തിന് വന്നപ്പോൾ ആളുകളുടെ ഇടയിൽ തിരക്കി, ശൗൽ എന്ത് ചെയ്യും, നമ്മുടെ സഹോദരൻ എന്ത് ചെയ്യും? ഓ, അവൻ തർസോസിൽ പോയി. വചനത്തിൽ കാണുന്നു, ശൗലിനെ കാണാഞ്ഞിട്ട് മനസ്സിൽ ഭാരം തോന്നിയിട്ട് ശൗലിനെ തെരവാൻ തർസോസിലേക്ക് പോയി എന്ന് നമ്മൾ വായിക്കുന്നു. അവിടെ ചെന്ന് ദൈവസന്ദർശനം ഉണ്ടായെങ്കിലും തന്നോട് പറയുന്നു, എന്റെ സഹോദര, ദാ അന്ത്യോക്യയില് ഒരു ഉപവാസ പ്രാർത്ഥന നടക്കുന്നുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാം. തന്നെ പൊക്കിയെടുത്ത് അവിടെ കൊണ്ടു ചെന്ന് ഉപവാസത്തിൽ ഇരിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്, സ്തോത്രം, ഞാൻ വിളിച്ചിരിക്കുന്ന വേലയ്ക്ക് വേണ്ടി ശൗലിനെയും ബർണബാസിനെയും എനിക്കായി വേർതിരിപ്പി. Praise to Jesus. ഇന്ന് രാത്രിയിലും ദൈവവചനം നിങ്ങൾ കേൾക്കുമ്പോൾ ദൈവം സന്ദർശിച്ചെങ്കിലും ഒതുങ്ങിപ്പോയ ചിലരെ, മാനിക്കപ്പെടാത്ത ചിലരെ, അവഗണിക്കപ്പെട്ട ചിലരെ, അങ്ങനെയുള്ള ശൗലന്മാരെ പോയി തെരയുന്ന ബർണബാസന്മാരും ഇന്ന് രാത്രി അങ്ങനെയുള്ളവരെ നിങ്ങൾ തെരയണം. ശൗലിനെ തെരവാൻ താൻ ബർണബാസ് തർസൂസിലേക്ക് പോയി അവിടെ നിന്ന് പൊക്കിയെടുത്ത് പ്രാർത്ഥനാ സ്ഥലത്ത് കൊണ്ടിരുത്തി. അവിടെ വെച്ച് ദൈവകൃപ കൂടുതൽ പ്രാപിച്ച് പരിശുദ്ധാത്മാവ് ഡയറക്റ്റ് പറഞ്ഞു, നോക്കണം, അപ്പോസ്തലന്മാര് തള്ളിക്കളഞ്ഞവനെ അവിടെ ദൈവാത്മാവ് പറയുന്നു, എനിക്ക് വേണ്ടി, എന്റെ മിനിസ്ട്രിക്ക് വേണ്ടി, ഞാൻ കണ്ട വേലയ്ക്ക് വേണ്ടി ഇവരെ എനിക്കായി വേർതിരിപ്പി. അവരെല്ലാവരും തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് അവരെ പറഞ്ഞയച്ചു എന്നാണ് വായിക്കുന്നത്. പക്ഷെ മുന്നോട്ട് പോകുമ്പോൾ ആ തീഷ്ണതയിലും ചൂടിലും ഒക്കെ എന്ത് ചെയ്തു? മർക്കോസിനെ ഒഴിവാക്കി. സൗരങ്ങളെ, ഒരാത്മാവ് പോലും നഷ്ടപ്പെട്ടു പോകുന്ന ദൈവത്തിന് താല്പര്യമില്ല. നമ്മുടെ ആത്മീയ ചൂടൊക്കെ വന്നേച്ച് നമ്മൾ അറിയാതെ ആ തീഷ്ണതയിലൊക്കെ പറയുന്ന വാക്കുകൾ ചിലരുടെ ഉള്ളിൽ അസ്ത്രമന് പോലെ ചിലപ്പോൾ തറച്ചു കൊള്ളും. നിങ്ങളുടെ വാക്കുകളൊക്കെ സൂക്ഷിക്കണം. വചനം വായിക്കുന്നുണ്ട് നമ്മൾ, അവരുടെ വാക്കുകൾ അമ്പിനേക്കാൾ മൂർച്ചയുള്ളതായിരുന്നു എന്ന്. അങ്ങനെ വരരുത് കേട്ടോ. ആ മൊനയൊക്കെ നമ്മളൊന്ന് ഒടിച്ച് ഒരു മെലോഡിയസ് ടോണിലൊക്കെ ടോക്ക് ചെയ്യാനായി ശീലിക്കണം. കടിച്ചു കീറിയൊന്നും ജീവിത പങ്കാളിയോടും സംസാരിക്കാതിരിക്കാൻ, പ്രാർത്ഥിച്ച് അതിനെയൊക്കെ ജയിക്കാൻ ശ്രമിക്കണം. ഓക്കെ. അപ്പോൾ നമ്മൾ വായിക്കുന്നത് എന്താണ്? മർക്കോസ് ഇങ്ങനെ ബർണബാസ് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, മക്കളെ പേടിക്കണ്ട, ഞാൻ കൂടെ ഉണ്ട്. അങ്ങനെ രണ്ട് ടീമായി. ശൗൽ ശീലാസിനെ കൊണ്ടുപോയി, പൗലോസ് ശീലാസിനെ കൊണ്ടുപോയി. മർക്കോസിനെ തെരഞ്ഞെടുത്ത് ബർണബാസ് പോയി. നിങ്ങൾക്കറിയാമോ, വയസ്സനായി കഴിഞ്ഞപ്പോൾ പൗലോസ്ലീഹ തീത്തോസിന് ലേഖനം എഴുതുമ്പോൾ പറയുന്നുണ്ട്, വയസ്സനായ പൗലോസ് എന്നാ അവിടെ കാണുന്നത്. തിമത്യോസിന് ലേഖനം എഴുതുമ്പോൾ പറയുന്നുണ്ട്, മർക്കോസിനെ നീ വരുമ്പോൾ കൂട്ടിക്കൊണ്ടുവരണം. എന്നിട്ട് പറഞ്ഞിരിക്കുന്നതെന്നറിയോ? അവൻ എനിക്ക് പ്രയോജനമുള്ളവനാ. തള്ളിക്കളഞ്ഞു. അന്നേരം ബർണബാസ് ചേർത്തങ്ങ് പിടിച്ചു. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പൗലോസ് റിയലൈസ് ചെയ്തു, അബദ്ധമായി പോയി പറഞ്ഞു. ആരുടെയെങ്കിലും ജീവിതത്തിൽ അബദ്ധത്തിന്റെ വാക്കുകൾ വരുമ്പോൾ, നാം അത് കേൾക്കുമ്പോൾ
സോഷ്യൽ മീഡിയയിലൊക്കെ ആളുകൾ എടുത്തിട്ട് ഇങ്ങനെ അമ്മാനമാടുമ്പോൾ നമ്മൾ അവരുടെ വേദനയുടെ മനസ്സിലാക്കി അവരെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. വിമർശനത്തോടെയോ ഒരുത്തൻ തൂക്കേർ എടുക്കുമ്പോൾ നമ്മള് ആ കഴയുടെ ഉയരം കൂട്ടാനുള്ള സൗകര്യമല്ല ചെയ്തു കൊടുക്കേണ്ടത്. പ്രേ ഫോർ ദം. അബദ്ധങ്ങൾ ആർക്കും വരാം, മിസ്റ്റേക്ക് ആർക്കും വരാം. പക്ഷെ കറക്ഷൻ ബിബ്ലിക്കലി തയ്യാറാകണം, സ്പിരിച്വലി കറക്ഷന് തയ്യാറാകണം. പ്രൈസ് ഗോഡ്. ക്യാരക്ടറുകൾ കറക്റ്റ് ചെയ്യാൻ തയ്യാറാകണം, ഹാബിറ്റ് തിരുത്താൻ തയ്യാറാകണം. ജീവിതത്തിന്റെ സമൂല മേഖലകളിൽ സ്വഭാവ രൂപീകരണത്തിന് നമ്മൾ തയ്യാറാകണം. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതെല്ലാം പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫിനെ കുറിച്ചാണ് ഈ മെസ്സേജുകളെല്ലാം തരുന്നത്. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് സഹോദരങ്ങളെ, താൻ ദൈവസന്നിധിയിൽ പറയുന്ന വാക്കുകൾ അടിയന്റെ പ്രാർത്ഥന, അടിയന്റെ പ്രാർത്ഥന. മിസ്റ്റേക്ക് എന്റെയാണ് ദൈവമേ, എന്റെ കുടുംബത്തിന്റെയാണ് കർത്താവേ, അവരെ തിരിച്ചു വരുത്തണമേ, തിരിച്ചു വരുത്തണമേ എന്നുള്ള പ്രാർത്ഥന. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ഞാൻ താഴ്മയായി നിങ്ങളോട് ഓർപ്പിക്കാം, എത്ര ട്രാജഡിയിൽ കടന്നാലും ദൈവത്തിന് അവിടുന്ന് പൊക്കിയെടുക്കാൻ പറ്റും. എത്ര കരകയറാത്ത കുഴിക്കകത്ത് കിടന്നാലും തിരിച്ചെടുക്കാൻ പറ്റും. വടം പോലെ ശിംശോനെ കെട്ടിയ കയർ ആത്മശക്തി വെളിപ്പെട്ടപ്പോൾ തീയിൽ തൊട്ട ചണനൂൽ പോലെ ദ്രവിച്ചു പോകെങ്കിൽ ആ അഭിഷേകവും ആ ദൈവ സാന്നിധ്യവും ആ വചനവും നമ്മൾ മുറുകെ പിടിക്കാമെങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷയില്ലെന്ന് പിശാച് പറയുന്നിടത്ത് കർത്താവിൽ ഒരു പ്രതീക്ഷ. കഴിഞ്ഞ ഈ കഴിഞ്ഞ ഈ 8 സെഷനിൽ നാം ഈ 1-ാം അധ്യായത്തിൽ നിന്നാണ് ചിന്തിച്ചത്. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഈ വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് എത്രയും പ്രയോജനമുള്ളതായി തീരുവാൻ, എത്രയും അത് ബ്ലെസ്സിങ് ആയി മാറുവാൻ, അത് നിങ്ങളുടെ ഫാമിലി ലൈഫിൽ, നിങ്ങളുടെ തലമുറയിൽ, നിങ്ങളുടെ പ്രൊഫഷനിൽ, നിങ്ങളുടെ ചർച്ചിൽ, നിങ്ങളായിരിക്കുന്ന മേഖലയിലെല്ലാം കർത്താവിനേറിയ പ്രയോജനമുള്ളവരായി തീരേണ്ടത്. ദൈവസന്നിധിയിൽ സമ്പൂർണമായി നമ്മെ സമർപ്പിക്കാം. ലവ്ലി സിസ്റ്റർ ഒരിക്കൽ കൂടെ ആവർത്തിച്ച് പൊതുജനത്തെ വഹിച്ച് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിച്ചാണ്. Oh Jesus, thank you Lord. യേശുവേ, യേശുവേ. ലവ്ലി സിസ്റ്റർ പ്രാർത്ഥിച്ചാട്ടെ. ലവ്ലി ബാവു. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങൾ വീണ്ടും അവിടുത്തെ സന്നിധിയിലേക്ക് ഒരുമനപ്പെടുന്ന കർത്താവെ, അവിടുത്തെ സന്നിധിയിലായിരിക്കാൻ, അങ്ങയുടെ വചനത്തിൽ നിന്ന് കേൾക്കുവാൻ, കർത്താവെ ഞങ്ങളുടെ ആത്മീയ ജീവിതത്തെ ഉണർത്തുവാൻ, കർത്താവെ അങ്ങ് നിന്റെ ദാസനെ ഉപയോഗിച്ചതിനായിട്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്ന കർത്താവെ. ഞങ്ങൾ കേട്ടെടുത്ത ആ വചനത്തിന് മുമ്പിൽ ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. താഴ്മയുള്ളവരായിരിക്കാൻ, പ്രാർത്ഥനയോടെ അങ്ങയുടെ സന്നിധി